4 വർഷങ്ങളായി വളരെ സജീവമായി കരിയർ എക്സ്പോ നടക്കുകയാണ്. ദിശ എന്ന ഈ പ്രോഗ്രാമിലൂടെ കേരളത്തിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് കൃത്യമായി ഒരു ദിശ, അവരുടെ നാളേക്കായി കൃത്യമായ ഒരു ദിശ കാട്ടിക്കൊടുക്കാനായി കഴിയുന്നു. വിജയിച്ചുകൊണ്ട് മുന്നേറുന്ന ഈ പ്രോഗ്രാമിന്റെ 5ാമത് എഡിഷനാണ് ജനുവരി 17 മുതൽ 24 വരെ നടക്കുന്നത്. ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വർണ്ണാഭമായ അല്ലെങ്കിൽ കുട്ടികളുടെ സൗഭാഗ്യം എന്ന് വേണം കരുതാൻ, ഈ കഴിഞ്ഞ 3 ദിവസത്തെയും പ്രോഗ്രാമിന്റെ ഫാക്കൽറ്റികൾ ഒന്നിനൊന്ന് മാറ്റുരയ്ക്കുന്ന വ്യക്തിത്വങ്ങളാണ്. 1ാം ദിനം വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായി ആദ്യ ദിനം എത്തിയത് ശ്രീ ഗോപിനാഥ് മുതുകാട്. 2ാം ദിനം വിദേശ പഠനവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ധാരണ ഏവർക്കും നൽകുന്നതിനായി എത്തിച്ചേർന്നത് ശ്രീ മുരളി തുമാരുക്കുടി. സിനിമാ ലോകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ശ്രീ പ്രേംചന്ദ്, യുവ നടനും സംവിധായകനുമായ ബാസിൽ ജോസഫ്. അതിനുശേഷം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ IIT-യിലെ ഫിസിക്സ് വിഭാഗം മുൻ മേധാവിയായിരുന്ന ശ്രീ KG സുരേഷ് സാർ. ഏറെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഏവർക്കും ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആവശ്യകതയെക്കുറിച്ചും ഒന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. CG ആൻഡ് AC-യുടെ അമരക്കാരൻ ഡോക്ടർ അസിം സാറിനെ കുറിച്ച് പറയുകയാണ് എങ്കിൽ അത് സംസ്ഥാനതല പ്രോഗ്രാം ആകട്ടെ, ജില്ലാതല പ്രോഗ്രാം ആകട്ടെ, അതല്ല ഏതെങ്കിലും ഒരു കരിയർ ഗൈഡ് സംഘടിപ്പിക്കുന്ന സ്കൂൾ തല പ്രോഗ്രാമുകളാണെങ്കിൽ കൂടി ഒരു വെളിപ്പാടകനെ എത്തിച്ചേരുന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ അസിം സാറിനെ ഔപചാരികതയുടെ പേരിൽ, നിങ്ങൾ ഏവരുടെയും പേരിൽ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ അമരക്കാരൻ, ഈ വർഷത്തെ ചുക്കാൻ പിടിക്കുന്ന വയനാട് ജില്ലയുടെ കോർഡിനേറ്റർ ഫിലിപ്പ് സാർ. വളരെ സജീവമായി സാറ് ഏറ്റെടുത്ത കർത്തവ്യം ഒരു ഗ്രൂപ്പിനെ നയിച്ചുകൊണ്ട് കുട്ടികൾക്കായി ഊണും ഉറക്കവും ഒഴിഞ്ഞ് മുന്നേറുകയാണ്. ഫിലിപ്പ് സാറിനെ വളരെ ഹൃദയത്തിന്റെ ഭാഷയിൽ, സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുംബൈ IIT-യിലെ പ്രൊഫസർ KG സുരേഷ് സാർ, മുൻ മേധാവി കൂടിയാണ്, ഫിസിക്സ് വിഭാഗം മേധാവി കൂടിയാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിന്റെ പേരിൽ, കരിയർ എക്സ്പോയുടെ പേരിൽ, ന്യൂ ട്രെൻഡ്സ് ഇൻ എഞ്ചിനീയറിംഗ്, മാറുന്ന കാലത്തിലെ ഇന്നത്തെ എഞ്ചിനീയറിംഗ് സാധ്യതകളെ കുറിച്ച് കുട്ടികളുമായി സംവദിക്കാൻ എത്തിയിരിക്കുന്ന സാറിനെ ഔദ്യോഗികമായി ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ, കരിയർ എക്സ്പോയുടെ പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ പ്രോഗ്രാമിന്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിക്കുന്ന, കരിയർ എക്സ്പോയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏവരെയും, ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, കാരണം ഒരു പേര് വിട്ടുപോയാൽ അത് വിഷമമാകും. അതുകൊണ്ട് എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ഈ പ്രോഗ്രാം കാണാനായി, ഇത് കേട്ട് മനസ്സിലാക്കാനായി എത്തിയിരിക്കുന്ന കുട്ടികളും രക്ഷകർത്താക്കളും കരിയർ ഗൈഡുമാരും മറ്റ് അധ്യാപകരുമാണ്. നിങ്ങൾ ഓരോരുത്തരെയും CG ആൻഡ് AC-യുടെ പേരിൽ, ഈ വർഷത്തെ കരിയർ എക്സ്പോയുടെ പേരിൽ ഞാൻ നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. സയൻസ് വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ അവർക്ക് കൃത്യമായ ഒരു ദിശ കാട്ടുന്ന ദിനമായി, സന്ധ്യയായി ഈ ദിനം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ, നിങ്ങളുടെ നല്ല വാക്കുകൾക്ക് നന്ദി. ഇനി നമുക്ക് നമ്മളുടെ ബഹുമാന്യനായ സുരേഷ് സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വയനാട് ജില്ലയിലെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ കുടുംബാംഗം കൂടിയായ സോന ടീച്ചറിനെ സ്വാഗതം ചെയ്യുന്നു. ടീച്ചർ. താങ്ക് യു സർ. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഉന്നത പഠന കരിയർ മേഖലകളിലേക്ക് ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ നമ്മുടെ ഹയർ സെക്കൻഡറി മേഖലയിലെ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ദിശ കരിയർ എക്സ്പോയുടെ 4ാം ദിവസമായ ഇന്ന് എഞ്ചിനീയറിംഗ് മാറ്റങ്ങളുടെ വഴികളിൽ, ന്യൂ ട്രെൻഡ്സ് ഇൻ എഞ്ചിനീയറിംഗ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള സെമിനാറാണ് നടക്കുന്നത്. സയൻസ് കോമ്പിനേഷൻ എടുത്ത് +1 പ്രവേശനം നേടിയ ഒരു വലിയ വിഭാഗം കുട്ടികളുടെയും സ്വപ്നം
എഞ്ചിനീയറിംഗ് മേഖലകളിലേക്കാണ് വ്യാപിച്ചിരിക്കുന്നത്. ഒരു 5-10 വർഷം മുമ്പ് വരെയുള്ള അവസ്ഥയിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും വളരെ കൃത്യതയോടെ ആത്മാർത്ഥമായി പരിശ്രമിച്ച് ജെഇ, കീം, ജിപ്മർ പോലുള്ള എഞ്ചിനീയറിംഗ് എക്സാമുകളിൽ ഉയർന്ന റാങ്കുകളോടെ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് റാങ്കിംഗ് ആയിട്ടുള്ള IIT-കളിലും മറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിലും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത് അവർ സ്വപ്നം കണ്ടതുപോലെയുള്ള ജോലികളും ജീവിത സാഹചര്യങ്ങളും തന്നെയാണ്. ഈ ഒരു അവസരത്തിൽ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും എഞ്ചിനീയറിംഗ് പഠനം ലക്ഷ്യമിട്ടുകൊണ്ട് മുന്നേറുന്ന എല്ലാ വിദ്യാർത്ഥികളെയും സഹായിക്കാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രീമിയർ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒന്നായ ബോംബെ IIT-യിലെ ഫിസിക്സ് വിഭാഗം മുൻ മേധാവിയും ജെഇ ചെയർമാനുമായ പ്രൊഫസർ KG സുരേഷ് സാറാണ്. അദ്ദേഹം തിരുവനന്തപുരം കേരള സർവകലാശാലയിൽ നിന്ന് മാസ്റ്റേഴ്സ് ബിരുദവും മദ്രാസ് IIT-യിൽ നിന്ന് ഡോക്ടറേറ്റും നേടിയതിനു ശേഷം 1998 മുതൽ ബോംബെ IIT-യിൽ ഫിസിക്സ് വിഭാഗത്തിൽ പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആൻഡ് ദെയർ ആപ്ലിക്കേഷൻസ് എന്ന വിഷയം കേന്ദ്രീകരിച്ചുകൊണ്ട് പഠനം നടത്തുന്ന അദ്ദേഹം മാഗ്നറ്റിസം ആൻഡ് സ്പിൻട്രോണിക്സ്, മാഗ്നറ്റിസം ഇൻ ഇന്റർമെറ്റാലിക്സ്, മാഗ്നറ്റിക് റെഫ്രിജറന്റ് മെറ്റീരിയൽസ് തുടങ്ങി നിരവധി വിഷയങ്ങളിൽ പഠനം നടത്തുകയും ഏതാണ്ട് 250ഓളം പേപ്പറുകൾ പബ്ലിഷ് ചെയ്യുകയും ഇവയെല്ലാം ഇന്റർനാഷണൽ ജേർണലുകളിൽ പ്രസിദ്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ നിരവധി ഇന്റർനാഷണൽ റിസർച്ച് പ്രോജക്റ്റുകളിൽ അംഗമായി വർക്ക് ചെയ്യുന്ന അദ്ദേഹം നിരവധി PhD സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ മേഖലയിൽ 1998 മുതൽ എന്ന് പറയുമ്പോൾ വളരെ നീണ്ട അധ്യാപന സപര്യയിലൂടെ കടന്നു പോകുന്ന അദ്ദേഹത്തിൻ്റെ അറിവും അനുഭവങ്ങളും നമ്മളോട് വളരെ സൗമ്യമായി എന്നാൽ കൃത്യതയോടെ പറഞ്ഞു തരാനായി അദ്ദേഹം നമ്മോടൊപ്പം ഇന്നുണ്ട്. എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് കടക്കുന്ന വിദ്യാർത്ഥികളിൽ ഏതൊക്കെ എൻട്രൻസ് എക്സാം എഴുതണം, അതിലെ റാങ്കിങ്ങും തങ്ങളുടെ അഭിരുചിയും അനുസരിച്ച് ഏത് ബ്രാഞ്ച് സെലക്ട് ചെയ്യണം, ഏത് എഞ്ചിനീയറിംഗ് കോളേജ് സെലക്ട് ചെയ്യണം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന റാങ്കിംഗ് ഉള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾ ഏതൊക്കെയാണ്, ഇങ്ങനെ ഒട്ടനവധി സംശയങ്ങളാണ് രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും മനസ്സുകളിലൂടെ കടന്നു പോകുന്നത്. ഇവയ്ക്കെല്ലാം ഉത്തരമാകാൻ ഇന്നത്തെ സാറിൻ്റെ ക്ലാസ്സിന് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇതിനു മുൻപും ദിശ കരിയർ എക്സ്പോയുടെ ഭാഗമായി KG സുരേഷ് സാറിൻ്റെ എഞ്ചിനീയറിംഗ് മേഖലയെക്കുറിച്ചുള്ള ക്ലാസ് പങ്കെടുക്കുവാനായി എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഇനിയുള്ള 1.5 മണിക്കൂർ വളരെ ശ്രദ്ധയോടെ നമുക്ക് സാറിനെ ശ്രവിക്കാം. സെമിനാറിലേക്ക് KG സുരേഷ് സാറിനെ സാദരം ക്ഷണിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. നന്ദി. താങ്ക് യു, വളരെ നന്ദി. മലയാളം ഇംഗ്ലീഷും കൂടെ പറയാമല്ലോ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, വളരെ സന്തോഷം. വീണ്ടും തിരിച്ച് ദിശയുടെ പ്രോഗ്രാമിൽ വരാൻ വളരെ സന്തോഷം. കഴിഞ്ഞ വർഷം നമ്മളെ കണ്ടില്ലാന്ന് തോന്നുന്നു. അതിന് മുമ്പ് 20-ലാണ് കണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെ സാർ, 20-ൽ കണ്ടായിരുന്നു. 20-ൽ കണ്ടതാണ്. ഓക്കെ, ഞാൻ കുറച്ചു നേരം വീഡിയോ ഓൺ ചെയ്യാം. സോ 20-ൽ നമ്മൾ കണ്ടു. ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞ മാതിരി എങ്ങനെ IIT-കളിൽ എത്താം, ഏതൊക്കെ മാർഗങ്ങളിലൂടെ എത്താം എന്നുള്ളതായിരിക്കും കൂടുതൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. മറ്റു കാര്യങ്ങൾ നമുക്ക് ഇത് വളരെ ചെറിയൊരു പ്രസന്റേഷൻ നടത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ഒരു ഇന്ററാക്ഷൻ സെഷനിലാക്കാം. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ഒക്കെ വേണമെങ്കിൽ നമുക്കൊരു കഴിഞ്ഞ തവണ നമ്മൾ ചെയ്ത പോലെ ഒരു ലോങ് ഇന്ററാക്ഷൻ ആക്കാം. അതെങ്ങനെയെങ്കിലും നമുക്ക് എനിക്ക് അറിയാൻ പറ്റും, ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നിങ്ങളത് നോക്കുമായിരിക്കും അല്ലേ? ചാറ്റ് ബോക്സ് വഴിയാണെങ്കിലും അല്ലെങ്കിൽ റൈസ് ഹാൻഡ്സ് ആണെങ്കിലും എങ്ങനെയായാലും നമുക്കത് എന്ത് ഡൗട്ട് ഇതിനെപ്പറ്റി ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ പ്രസന്റേഷൻ കഴിഞ്ഞിട്ട് ഫീൽ ഫ്രീ നമുക്കത് ഡിസ്കസ് ചെയ്യാം. എനിക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ഞാൻ അതിൻ്റെ അഡ്മിഷൻ റിലേറ്റഡ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതാണ് എക്സാം മോഡ്സ്, പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് ഞാനൊരു ചെറിയൊരു പ്രസന്റേഷൻ നടത്തിയിട്ട് ദെൻ നമുക്കൊരു ഇന്ററാക്ഷൻ സെഷനിലേക്ക് പോകാം. അതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനൊന്ന് ഷെയർ ചെയ്യട്ടെ, പ്രസന്റേഷൻ ഷെയർ ചെയ്യാം. ഓക്കെ.
എൻ്റെ സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല സാർ, വന്നിട്ടില്ല ഇതുവരെയായിട്ടും. ഇല്ല അല്ലേ? ചിലപ്പോൾ സൂമിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്യട്ടെ. വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ സാർ. അല്ല ശരി, ഓക്കെ. എന്താ പറ്റി നോക്കട്ടെ. സംടൈംസ് ഒരു സൂമിന് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. ചിലപ്പം സം സെറ്റിംഗ് എവിടെയെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലും അത് അല്ലെങ്കിൽ ഞാനൊന്ന് അയച്ചു തന്നാൽ ഷെയർ ചെയ്യാൻ പറ്റുമോ അവിടുന്ന്? അയച്ചെന്നാ മതി സാറേ. അല്ലെങ്കിൽ ഒന്നോടെ നോക്കിക്കേ, സാറിന് പറ്റുമോ നോക്കിക്കേ. ചിലപ്പോ ഇങ്ങനെ ഒന്ന് കുറച്ച് ബഫർ ചെയ്ത് വരാൻ വേണ്ടിട്ട് ഒരു ടൈം എടുക്കും. എനിക്കത് മനസ്സിലാവുന്നില്ല. ചിലപ്പോ അത് സാറിന് കോസ്റ്റ് ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല, സാറിന് ചെയ്യാവുന്നു. അതെ അതെ, അതാണ് വലിയ പ്രോബ്ലം വരേണ്ടതല്ല. അതെ അതെ. ഓക്കെ സാർ, റെഡിയായി. ഓക്കെ 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 ഓക്കെ. ഓക്കെ. അപ്പോൾ നമ്മളൊരു എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ്റെ സാധ്യതകളാണ് നമ്മളിപ്പം സംസാരിക്കാൻ പോകുന്നത്. സോ എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും അതിൻ്റെ ആദ്യം നമ്മുടെ മുന്നിലെത്തുന്നത് IITs ആണ്. അതുകൊണ്ട് ഗേറ്റ് വേ ടു എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നതും ഗേറ്റ് വേ ടു IITs എന്ന് പറയുന്നതും സെയിം ആണ്. ഞാനീ പറയുന്നത് കൊണ്ട് IITs മാത്രമേ ഇത് നടക്കുന്നു എന്നല്ല, നമ്മളിപ്പോൾ ഇന്ററാക്ഷൻ സെഷനിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരുപാട് മറ്റ് സാധ്യതകളുണ്ട്. പല ഇൻസ്റ്റിറ്റ്യൂഷൻസും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് IITs ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഗേറ്റ് വേ ടു IITസും ഗേറ്റ് വേ ടു എഞ്ചിനീയറിംഗ് എന്നും അത് സെയിം ആണെന്ന് പറഞ്ഞത്. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഓൺലി IITs ആർ ഡൂയിങ്. Definitely lot of things are happening with other institutes. So don't take it like that only IITs are doing this. Okay. So just to give നിങ്ങൾക്ക് മിക്കവാറും പേർക്ക് IITs കുറിച്ച് ഒരു നല്ല ഐഡിയ ഉണ്ടാവും. But still I thought I will give you a very simple picture of what is happening in IITs or what has been happening in IITs. എസ്പെഷ്യലി ഏതാണ് മെയിൻ എക്സാംസ്. ഞാനിത് JEEയുടെ കാര്യം മാത്രമല്ല പറയുന്നത്. ബിക്കോസ് പല ആൾക്കാർക്കും ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്പർ ഓഫ് സീറ്റ്സ് അവൈലബിൾ ഇൻ ഓൾ IITs ടേക്കൺ ടുഗദർ ദ നമ്പർ ഈസ് വെരി സ്മോൾ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കോമ്പറ്റീഷൻ ലെവൽ വളരെ വളരെ കൂടുതലായതുകൊണ്ട് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഡ്യൂ ടു ദർ ലക്ക് ഓർ വാട്ട് എവർ ക്യാൻ ഗെറ്റ് ഇൻ ടു IITs. അപ്പോൾ IITയിൽ അല്ലാതെ നമ്മൾ ഗ്രാജുവേഷൻ ചെയ്യുന്ന, അതായത് BTech അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോഗ്രാംസ് ചെയ്യുന്ന ഇത്തിരി ആൾക്കാരുണ്ടാവും. But they have a lot of other chances to take education in IIT later on. അതുകൊണ്ടാണ് ഞാൻ
ഒരു നോട്ട് ഓൺലി ദ അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിന്റെ കാര്യം പറയുന്നത്, ബട്ട് ഈവൻ അതർ എക്സാംസ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ മെയിൻ മോസ്റ്റ് കവേറ്റഡ് എക്സാം എന്ന് പറയുന്നത് IIT-യുടെ JEE അഡ്വാൻസ് ആണ്. JEE അഡ്വാൻസ് എന്ന് പറയുമ്പോൾ അതിന് മുമ്പിൽ ഒരു സ്ക്രീനിങ് എക്സാം മാതിരി JEE മെയിൻസ് ഉണ്ട്. സോ അതിന് നമുക്ക് കിട്ടുന്നത് വി ക്യാൻ ഗെറ്റ് ബേസിക്കലി 3 പ്രോഗ്രാംസ് നമുക്ക് ജോയിൻ ചെയ്യാം ഇഫ് യു ആർ ഗെറ്റിംഗ് എ ഗുഡ് റാങ്ക് ഇൻ ദ JEE അഡ്വാൻസ്. ദാറ്റ് ഈസ് വൺ ആണ് നമ്മുടെ ഇപ്പോൾ പറഞ്ഞ മാതിരി JEE അഡ്വാൻസ് വഴി കിട്ടുന്ന ഫസ്റ്റ് മെയിൻ മോസ്റ്റ് പ്രസ്റ്റീജിയസ് എന്ന് പറയുന്നത് 4-year BTech പ്രോഗ്രാം ആണ്. BTech പ്രോഗ്രാം എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി ഇറ്റ്സ് എൻ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം. ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ്, ഇപ്പോൾ നമ്മൾ അതിനകത്ത് വരാം, ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് പ്രോഗ്രാം ആയിരിക്കും. That is 4-year program. Then you can do in some departments, if your rank is slightly lower, that is what happens, because then the chances are there for you to get what is known as a dual degree program. A dual degree in Varnal, you have to spend 5 years and you can do the 4-year BTech, and usually the MTech program is for 2 years. But since it's a dual degree program, you can save 1 year. So in 5 years, you will get a BTech and MTech. You will get actually 2 degrees, BTech and MTech in 5 years. So for example, mechanical engineering, if your rank is, really top, you will get to the 4-year program. Some people will be slightly less. Then you cannot be getting a seat in the 4-year BTech program. Then you can get a 5-year program that is called a dual degree program. Many departments dual degree program under many IITs also. Then if you are, even though we are talking about science, these days the science and engineering, the separation is very, very small, because a lot of science people are actually doing engineering and a lot of engineering people are doing science. I will give you some examples as I go along. So therefore, we also have to talk about the so-called science streams, which are also very important. Yes, especially very interesting that the degree, of course, is called a Bachelor of Science. That is not BSc, it is called BS. And the postgraduate program of the same thing is called MS. So that is also 4-year or 5-year, depending on we are taking a BS program or an MS program. And interestingly, we also have, I don't know how many of you know, there are some IITs, IIT Bombay, IIT Kanpur, I think IIT Guwahati also. They have this economics program through JEE. It will be surprising to some of you. It's a very good program, economics, but of course you have to study physics, chemistry, maths and all. This is a JEE based exam, JEE based admission. It is economics, BS economics. Then of course this maths is there, physics is there, and chemistry is there. These are the pure science branches. That is there in almost all the IITs, either in this form or some other form, but definitely economics, maths, physics and chemistry are there. For maths, there is one more route, I did not write here, one more route for getting into IIT admission for maths program, BS or BSMS. That is through what is known as this Olympiad, International Olympiad, Maths Olympiad. If your rank is very high, without writing the JEE exam, you have a direct admission process there. That is only for the maths, because Maths Olympiad is considered in some sense equivalent to JEE advance, and therefore without that you can actually get the number of seats limited, but there is this parallel entry. Generally, this is the first time that is happening, because any BTech or BS admission in IITs, everything is going through only single examination, namely JEE advance. But this is the first time, last couple of years it is going on. Maths alone, BS Maths alone, there is an admission only for IIT Bombay. I think right now only IIT Bombay. They allow, if they have some seats reserved for the people who are the toppers of the International Maths Olympiad. Because I know some people are very good in math. They try all these national Olympiads and international Olympiads. If they are at the top, definitely there is an option for them to choose this maths. And maths, remember, economics and maths are very demanding subjects today. I will tell they are kind of comparable to engineering. So we cannot tell that, okay, this is maths or this is kind of arts-based subjects or something humanities-based subject. Economics, no. Economics and maths, they form very important aspects of even, I will say, comparable to engineering. Physics, of course, was always treated in some way or other as a part of engineering, at least part of engineering. Chemistry, it was not part of engineering, but chemistry has its own advantages and a lot of opportunities, especially for the job. Therefore, chemistry is also very demanding. So these are the options you have as far as the BSMS program is concerned. I'll come to the institution and other things later on. So as far as JEE Advance is concerned, these are the options you have.
you should not also remember, I think again, some of you may be knowing, you have another entry into what is known as a design program, which is again a very, very attractive program these days. This is called the Bachelor of Design, that is BDES. That is through a similar exam, like it's not through JEE, of course, it is basically arts related. And that is called the UCEED examination. So UCEED is conducted by IIT Bombay. So that is again a 4-year program. It's almost like a BTech program. Courses are different, of course. A lot of people who are interested in movie making, documentary making, similar things, a lot of industrial design, products development, all those things are taught. It's a very, but you should have that skill. You should have that knack of doing that. If you are inclined to that, definitely it's a very good program. I mean, you can really, really go to any level depending on the efforts that you are going to put in. It's a very good program. So that is called a Bachelor of Design. That is a BDES program, again 4 years. Then suppose some of you miss this, the graduate thing, you can try IITs for the post-graduation. So post-graduation, if you are the science-based, you can do a 2-year MSc program through what is known as the JAM, Joint Admission for Master's program. So that is mainly MSc. And you can also try this joint program of MSc and PhD. If you are in the design stream, you can do, instead of this undergraduate seed, you have the normal seed exam, which will give you this admission to this MDES program, Masters in Design, which is, remember, the JEE and the UCEED exams are essentially the admission test, because once you qualify the test, if your rank is very high, there is no other exam, there is no interview, nothing. So you are guaranteed to get a seat once your rank is very high. Whereas this seed exam or the GATE exam I am going to talk about later, they are not finally the admission test. You have to qualify this seed exam or GATE exam, and then there will be written test or interview depending on the institute, depending on the program. So JEE and UCEED, they are ultimate exams in the sense that there is no further exam for that particular admission stream. It is completely fixed there. No more interview, nothing is there. Whereas other exams like JAM also, there is no interview in most of the cases, but SEED and the GATE is actually the entrance examination for the postgraduate engineering programs. There, most of the time, you will have to go through, this is basically a screening. These exams will act as screening exams. So therefore, after that, there will be some interview, some written test, things like that. So that is a seed exam, which will allow you to get an admission for this Masters in Design program, M Design, which is again a 2-year program. It is something like the MTech program, which I am going to talk about now. MTech, 2-year MTech program is through the what is known as a well-known exam called the GATE, Graduate Aptitude Test in Engineering. It's again a national exam like the JEE, and that can give you admission for MTech, as I mentioned. In some IITs, for some engineering branches, you have what is known as MS program there. So that is, again, it is not like the MS in the science stream. That is MS in engineering mostly. That is usually 3-year program. You will get fellowship for 3 years. But people generally tend to finish within 3 years. Sometimes it gets extended, but some fellowship will be available here and there. So that is a 3-year program. And in most of the cases, you can also try for a PhD program through GATE. Again, as I mentioned, using this other interview or written test and so on. So basically, they are the exams which will give you initial entry, but the final entry is decided by the performance, mostly in interview or written test. For science people, I mean, even though I'm talking mostly on the engineering part, but I thought for the science stream, there is an examination called a JEST, which is conducted by the Department of Atomic Energy, which will be acceptable to many places, especially PhD program. You can try this one. This is also something which will help you to get a seat for the PhD program. This is basically at the postgraduate level, actually after the postgraduate level. Again, I'm telling you that right now you are in the 11th or 12th standard. Your main focus is for the JEE and getting into a undergraduate program. But I'm just telling you this because if you are missing this one, definitely don't think that, okay, I don't have any chance of getting any IIT education. Definitely there are possibilities later on. Then, as you may be knowing, as I mentioned, JEE Advanced is the second level examination. The first level examination is the JEE main examination.
which is the real national examination conducted for the engineering entrance, which is conducted by the National Testing Agency, Government of India. So as you know, something like I think 10 to 12 lakh students take this examination. So the competition levels are extremely high, as one knows. And usually the exams are conducted in multiple sessions, purely online examinations. Last year, there were 4 examinations allowed, and the best score was taken. So this time, again, because of COVID, we don't know what is going to happen this year. So definitely 2 chances you will be getting. I'm sure about that. Then based on that, so from this 10 or 12 lakh students writing this JEE, around 2 points. I should tell you that for whatever reason, because actually writing this JEE Advanced, the number was much less than this 2.5 lakhs. Even though 2.5 lakhs students were eligible, the actual number of people wrote the exam is, I think, the maximum something like 1.5 or so. The number was much less than this 2.5 lakhs. In some sense, it is good that because people should try, and this exam is that way. I mean, the competition is, at least the second level competition is not that high, because this 2.5 actually becomes 1.5 lakhs. As far as the syllabus is concerned, as again, you know that mainly it is a CBSE syllabus, which is a +1 and +2 this thing, and basically tests the kind of understanding that you have, how sound your understanding is, nothing else. Of course, it needs a lot of practice. That is very important. You may be very, very brilliant, but that alone will not, because the time is a very important factor in this exam. Therefore, you practice more and more, your chances are more and more. No other substitute is there. Your brilliance will help you definitely, but that alone will not help you. You have to really work out, as the top rankers typically tell you, that they work something like 18 hours or so. For example, last year, the top, out of, I think, 380, if I remember, 380 marks, I think, the topper got, I think, 362, something like that. So it's a very high score. So these are all people who really would have spent a lot of time in addition to their intelligence or brilliance, whatever you want to call it. So it is a very, very this one, time consuming 2 years, definitely 2 years, or in fact, actually, I will say that if you are really keen, you should start your preparation maybe around 8th, 9th standard, so that you get into this mode of learning, which is somewhat different from the normal school level examinations. Therefore, you get trained a little earlier. If you start at 11th and 12th, you have to spend more time. Whereas if you start a little earlier, you will be trained a little earlier. That will help you a lot. Now, coming to the number of IITs, as you know, there are 23 IITs which are offering different engineering undergraduate programs. And there are 7 ISERs. Some ISERs are giving some kind of engineering program. That's why I put it, not all ISERs, but some ISERs are giving this engineering-based education. And the number of IIT seats, this is very important, number of IIT seats, total seats is something like 16,000 today. Slightly less or slightly more, but rough figure is something like 16,000. So you are basically competing for the 16,000, and the number of people who are writing is something like 12 lakhs, as I mentioned. So you can see that the filtering ratio is extremely, extremely high, because you are choosing the 16. This 16 also is including all the reservations I am going to tell you. So if you are really looking for a general seat, the competition is something like you are 12 lakhs and you should get into something like 6 or 7,000. So that is probably in the whole world, an examination of this kind doesn't happen. So the JEE that way is very, very unique. That's why every second counts, and every half a mark also counts, because it's extremely competitive. Because even if you miss a half a mark here or there, it can actually make a very big difference, because everything counts. Therefore, if you are really serious, definitely each and every step must be taken very, very seriously. So just give you, these are the emblems of different IITs, the 23 IITs. Last year, every year, one of the IITs will organize. Last year, it was organized by IIT Kharagpur, as you can see. This is for the 2021.
This time, IIT Bombay is going to be the organizing. Organizing means the lead institute, which actually doesn't matter to you at all. But just wanted to tell you that IIT Bombay will be mainly responsible for the whole overall organization of this examination, the JEE advanced examination. And IITs have nothing to do with the JEE main. JEE main examination is conducted by NTA. They just give the score and they just give you they give the shortlisted 2.5 lakh students. That's all. So and that IIT has nothing to do with that. Similarly, the NTA or any other agency, including the government, has no role in the JEE Advanced. JEE Advanced is purely an IIT designed, IIT conducted, IIT evaluated examination. Absolutely no interference or anything from anywhere else. It's purely managed by IITs. So this is 2016 situation. Just to give you an idea, probably you have seen in the Google and other things, the different IITs, number of seats available, and as you can see that there are 3 generations of IIT. The old IITs like Bombay, Delhi, Kharagpur, etc. Then you have second generation IITs like Indore, Gandhinagar, and then you have this third generation IITs like IIT Palakkad and IIT Dharwad and so on. So there the number is slowly picking up because the number of seats as well as the number of disciplines slowly only picking up. Sometimes you have only 3 branches, mechanical, electrical, computer science. These are usually the starting branches. But IIT Bombay and other places, you have many other branches, and therefore the number of seats also will be more. So this is just to give you an idea about the various seats. This is called the seat matrix. So this is a seat matrix which was used in 2016. These numbers have gone up a little bit in 2022. The number will be definitely more than what you are seeing here. I think I have the numbers. That will, you can see that this is something like 10,000. Now it is 16,000. That is the changeover which happened over the last 4 or 5 years. Okay, this is again something which you have to keep in mind. So the reservation is you have something like 40.5% is the reservation for the seats for the general category students who are not covered in any other thing. The OBC NCL category, the non-creamy layer, they have 27%, sorry, not 25, 27%. SC has 15, ST has 7.5, and this EWS, which is a recent thing, which I think you would have been hearing a lot of things about EWS in the state level and the central level. Central level is already completely implemented. Only thing is that how the income is calculated is a little bit problem. It is in the Supreme Court and so on. But basically, you have 10% of seats. That is what that 50.5 became 40.5 for the general. And there is PWD, which actually the people with some difficulty, persons with a disability, that is the 5%. But this 5% is not in the vertical, in the sense that it is not adding in that 100% calculation, but this 5% is reserved in all the other things. So basically there will be general PWD, there will be SC PWD and so on. So in all these cases, some part of almost 5% is reserved for the PWD candidates of that category. Of course, here you have the medical certificate and so on. Is the old around that 16 I mentioned, this to some extent. So this is a drive which was started some 4 or 5 years back to increase the number of girl candidates or number of girl students in IITs, because what was found is that NITs have large Sir, എന്തോ സൗണ്ടിന് എന്തോ ക്ലിയർ ആവുന്നില്ല. സൗണ്ട് എന്തോ okay. ഞാൻ ഔട്ട് ആയി പോയി. Okay, I'll try again. Okay, I'm trying again. സാറ് ക്വസ്റ്റ്യൻ ആയിട്ട് ഉണ്ട് സാറേ. ഞാൻ ട്രൈ ചെയ്യണം കേട്ടോ. ആയിക്കോട്ടെ സാറേ. ഹലോ, സാറേ കേൾക്കാം.
സുരേഷ് സാർ അങ്ങ് ഓൾറെഡി ഇതിനുള്ളിലുണ്ട്. എന്തായാലും ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കാം. ഇതൊരു ടെക്നിക്കൽ ഇഷ്യൂ വന്നതാണ്. നമുക്കറിയാം ചില സമയങ്ങളിലൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. സാർ ട്രൈ ചെയ്യുന്നുണ്ട്, അത് തന്നെ റെക്ടിഫൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഈ സമയത്ത് കുട്ടികളുടെ സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അത് ടൈപ്പ് ചെയ്തിടാവുന്നതാണ്. എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് അതിന്റെ IIT-യിൽ എങ്ങനെയാണ് പ്രവേശനം നേടുന്നത്, മറ്റു കാര്യങ്ങൾ. ഇപ്പൊ ഒരു ചോദ്യമുള്ളവർ മലയാളത്തിൽ പറയാൻ വേണ്ടി പറ്റുമെന്നുള്ളത് അതുകൊണ്ട് കൂടി പറയാം കേട്ടോ. കുറച്ച് മലയാളവും കുറച്ച് ഇംഗ്ലീഷും കൂടെ കലർത്തി അദ്ദേഹത്തിനോട് സംസാരിക്കാൻ വേണ്ടി ആവശ്യപ്പെടാം. സുരേഷ് സാർ കയറാൻ പറ്റിയോ? ഒന്ന് നോക്കണം. സുരേഷ് സാറിന് കയറാൻ പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കണം. മിനി ടീച്ചർ ഒന്ന് ശ്രദ്ധിക്കുമല്ലോ. സാറ് വെയിറ്റിംഗ് ഉണ്ട്. സാർ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സാർ ഓക്കെ ആണോ? കേൾക്കാമോ? കേൾക്കാം സാർ, കേൾക്കാം. ഇന്റർനെറ്റ് പ്രോബ്ലം ഉണ്ടായി. ഓക്കെ, സോ ഞാൻ വീണ്ടും ഷെയർ ചെയ്ത് നോക്കട്ടെ. സാർ അതുവരെ കുറച്ച് മലയാളത്തിൽ സംസാരിച്ച നല്ലതായിരുന്നു ഒരു ഒരു സജഷൻ വരുന്നുണ്ട്. ഓക്കെ. ഞാൻ വീണ്ടും ഷെയർ ചെയ്ത് നോക്കാം കേട്ടോ. കാണാമോ? കാണാം സാർ. ഓക്കെ, സോറി, സം ഇന്റർനെറ്റ് പ്രോബ്ലം ഉണ്ടായി. കുഴപ്പമില്ല സാർ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ കേൾക്കാമല്ലേ? ഓക്കെ, സോ ദ കാറ്റഗറി വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ നമ്പർ ഓഫ് സീറ്റ്സ് ഓൾമോസ്റ്റ് ഈ വർഷം 2022 ഇതായിരിക്കും. സംതിങ് ലൈക്ക് അതാ പറഞ്ഞ മാതിരി ഒരു 6000 റാങ്ക് നമുക്ക് ജനറലിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ദീസ് ആർ ദ നമ്പേഴ്സ്. സോ ടോട്ടലി അറൌണ്ട് 16,000 വരും. ഇങ്ങനെയാണ്. അപ്പൊ ഇതിനാണ് നമ്മൾ ഈ 12 lakhs ആൾക്കാർ ട്രൈ ചെയ്യുന്നത്. സോ don't feel bad because you try your best and you should try to get into these numbers. Within these numbers is a good chance of getting a good rank. ഓക്കെ, പിന്നെ രണ്ട് ചാൻസസ് ഇവിടെ ഉണ്ട്. അത് വളരെ കുറച്ച് പേരെ അതിനകത്ത് ഉണ്ടാവുള്ളൂ. ഒന്ന് ഈസ് വാട്ട് ആണ്, ഇതൊരു DS കാറ്റഗറി, അതായത് ഡിഫൻസ് സർവീസ് കാറ്റഗറിയാണ്. അതായത് ഇപ്പോൾ വാർ അങ്ങനെയുള്ള ഇതില് ഇങ്ങനെ ഫാദർ സംടൈംസ് മദർ ആണെങ്കിലും അങ്ങനെ എന്തെങ്കിലും അവർക്കൊരു ഇത് പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള
ഒരു ചെറിയൊരു റിസർവേഷൻ മാതിരി വേണമെങ്കിൽ പറയാൻ പറ്റും. അതാണ് ഒരു വളരെ കുറച്ച് സീറ്റേ ഉള്ളൂ. എല്ലാ ഇതിലും 2 സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് അങ്ങനെ ഒരു ഉണ്ട്. അപ്പോൾ ഇത് ഒരു റിസർവേഷൻ അല്ലാതെ ഉള്ള ഒരു സീറ്റാണത്. പിന്നെ ഉള്ളത് ഇത് വളരെ കൺഫ്യൂഷൻ ആയിട്ടൊരു കാര്യം. അതാണ് എസ്പെഷ്യലി മലയാളികൾ ഒരുപാട് ആൾക്കാർ ഫോറിനേഴ്സ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയാൻ വിചാരിച്ചത്. ഫോറിനേഴ്സിന് ശരിക്കും ഒരു സൂപ്പർ ന്യൂമറി, അതായത് ഈ ഗേൾസിന്റെ കാര്യം പറഞ്ഞ പോലെ എക്സ്ട്രാ സീറ്റ്സ് ഉണ്ട്. പക്ഷേ ഈ എക്സ്ട്രാ സീറ്റ്സ് കിട്ടണമെങ്കിൽ നമ്മളിപ്പോൾ പാരൻസ് പിന്നെ ഗൾഫിലാണ്, അവിടെ സെറ്റിൽ ചെയ്തു, അവിടെയാണ് കുട്ടികൾ അവിടെയാണ് ജനിച്ചതെന്ന് വിചാരിച്ചിട്ട് അത് കിട്ടാൻ പറ്റില്ല. അത് ശരിക്കും ഫോറിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ പാരൻസ് ആണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മാത്രമേ അത് കിട്ടുകയുള്ളൂ. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അതൊരു എക്സ്ട്രാ സീറ്റായിട്ട് കൺസിഡർ ചെയ്തിട്ട് അത് റിസർവേഷൻ ഉണ്ട്. അതൊരു റിസർവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് ഇപ്പോൾ NRI എന്ന് പറയുന്ന അങ്ങനെയുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാർക്കൊന്നും കിട്ടുകയില്ല. ഒൺലി ഇത് ട്രൂ ഫോറിൻ നാഷണൽസിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന സീറ്റാണത്. അത് മെയിൻലി ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു ഗ്ലോബലായിട്ട് നമ്മുടെ IITക്ക് ഒരു ഇത് കിട്ടാൻ വേണ്ടി, ഒരു വിസിബിലിറ്റി കിട്ടാൻ വേണ്ടി, കുറെ ആൾക്കാർക്ക് പുറത്തുനിന്നൊക്കെ കുറച്ച് ആൾക്കാർ വരികയാണെങ്കിൽ നമ്മുടെ ഒരു റെപ്യൂട്ടേഷൻ കൂടും എന്നുള്ളത് കൊണ്ട് മാത്രം ചെയ്തിരിക്കുന്നതാണ്. അത് പലരും വിചാരിക്കേണ്ട ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ചിലപ്പോൾ അത് കോർട്ട് കേസസ് വരാറുണ്ട്. ഇങ്ങനെ എൻ്റെ കുട്ടി ജനിച്ചത് ഇന്ത്യയിലല്ല, പക്ഷെ അതുകൊണ്ട് എനിക്ക് കിട്ടണം, അങ്ങനെ അല്ല. അത് ഒറിജിനൽ ട്രൂ ഫോറിൻ നാഷണൽസിന്റെ ചിൽഡ്രന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് അത് കിട്ടില്ല. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇത് എഞ്ചിനീയറിംഗ് അല്ല എങ്കിലും ഇപ്പൊ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടതുകൊണ്ട് പറഞ്ഞതാണ്. UCയുടെ വളരെ ഡിസൈൻ ഓറിയന്റഡ് ആയിട്ട് സ്റ്റുഡൻസിനുള്ള നല്ലൊരു പ്രോഗ്രാമാണ്. അത് സ്റ്റാർട്ട് ചെയ്തതും ഇപ്പോഴും കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന IIT ബോംബെ ആണ്. ഒരു എക്സാമിനാണ് ഓൾമോസ്റ്റ് സെയിം റൂളാണ്, ജെയുടെ ഉള്ള റൂളാണ്, റിസർവേഷൻ എല്ലാം സെയിം റൂളാണ്. പക്ഷേ ഡെഫിനറ്റ്ലി ഒരു ഡിസൈൻ ആസ്പെക്ട് അല്ലെങ്കിൽ ഡിസൈൻ ഓറിയന്റേഷൻ ഉള്ള സ്റ്റുഡൻസിന് വളരെ നല്ലൊരു ചാൻസ് ആണ്. ഇതാണ് അതിൻ്റെ സീറ്റ് മാട്രിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഓൾമോസ്റ്റ് ഒരു 180 ടോട്ടൽ സീറ്റ്സ് ഉണ്ട്. ഈ ഇങ്ങനെയുള്ള മെയിനായിട്ട് IIT ബോംബെ, ഡൽഹി, ബോംബെ, ഗുവാഹട്ടി ആൻഡ് ഹൈദരാബാദ്. പിന്നെ ഒരു IIIT എന്ന് പറഞ്ഞ ഇങ്ങനെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അത് മിക്കവാറൊക്കെ പലതും പ്രൈവറ്റ് ആണ്, പക്ഷെ ചിലത് പബ്ലിക് കോൺട്രിബ്യൂഷനുകൾ ഉള്ളതുകൊണ്ട് അത് ഞാനിവിടെ ഒരെണ്ണം എഴുതിയിരിക്കുന്നത്. അങ്ങനെ കുറച്ചുകൂടെ സീറ്റ്സ് ഉണ്ട്. പക്ഷെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ഇപ്പം ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഡെഫിനറ്റ്ലി. പിന്നെ ജസ്റ്റ് നിങ്ങൾ ഒരു അക്കാഡമിക്സ് നിങ്ങൾ ജസ്റ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, നിങ്ങളിപ്പോൾ ഏത് എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ആയിരിക്കും എന്നുള്ള കുറച്ച് ചെറിയൊരു ഐഡിയ തരാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ ഫോർ എക്സാമ്പിൾ ഞാൻ എഞ്ചിനീയറിംഗ് ഫിസിക്സിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്തു. എഞ്ചിനീയറിംഗ് ഫിസിക്സ് തന്നെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും എഞ്ചിനീയറിംഗും ഫിസിക്സും. അതാണ് ഞങ്ങളുടെ ഒരു പ്രോഗ്രാമാണ്. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടൊരു പ്രോഗ്രാമാണ്. എത്രയോ വർഷമായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. വളരെ സക്സസ്ഫുൾ ആയിട്ടൊരു പ്രോഗ്രാം. അതിൻ്റെ ഇതാണ് ഇപ്പോൾ IITയിലെ ഒരു ക്രെഡിറ്റ് സിസ്റ്റം അനുസരിച്ചാണ് ഈ 4-year പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് 8 സെമിസ്റ്റർ ആയിരിക്കും. 4 വർഷം എന്ന് പറയുമ്പോൾ 8 സെമിസ്റ്റർ. 8 സെമിസ്റ്ററിൽ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് ആൾമോസ്റ്റ് ഒരു 270 ക്രെഡിറ്റ്സ് ആണ് നമ്മൾ ഏൺ ചെയ്യുന്നത്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മിനിമം ആയി. ദെൻ നമ്മൾ ആ BTech ഡിഗ്രിക്ക് എലിജിബിൾ ആയി. പിന്നെ നമ്മൾ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല IITയിലും ഇപ്പം ഉണ്ട്. അത് വളരെ അറിഞ്ഞിരിക്കേണ്ടതാണ്. എപ്പോഴും നമ്മൾ വിചാരിക്കുമോ നമുക്ക് എഞ്ചിനീയറിംഗ്, നമ്മൾ ഈ എഞ്ചിനീയറിംഗ് നമുക്ക് താല്പര്യമുണ്ട്, ഇപ്പം കമ്പ്യൂട്ടർ സയൻസ് എനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ എനിക്കത് കിട്ടിയില്ല, എനിക്ക് ഇലക്ട്രിക്കലേ കിട്ടിയുള്ളൂ, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഫിസിക്സേ കിട്ടിയുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് മെക്കാനിക്കലേ കിട്ടിയുള്ളൂ. അങ്ങനെ വിചാരിച്ചിട്ട് ഒരിക്കലും ഞാൻ പലപ്പോഴും പറയാറുണ്ട് അങ്ങനെ വിചാരിക്കേണ്ട. കാരണം നിങ്ങൾ എടുക്കുന്ന പാരന്റ് ബ്രാഞ്ചിനെ കൂടാതെ ഇഫ് യു ആർ കുറച്ചുകൂടെ ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മൈനർ ഡിഗ്രി കിട്ടും. മൈനർ ഡിഗ്രി എന്ന് പറഞ്ഞാൽ മൈനർ ഡിഗ്രി ഈസ് വേറൊരു ഡിപ്പാർട്ട്മെന്റിലായിരിക്കും. ഇപ്പം നമ്മൾ ഫിസിക്സ് ആയിട്ട് എഞ്ചിനീയറിംഗ് ഫിസിക്സ് എടുത്തൊരു സ്റ്റുഡൻ്റ് ആണെങ്കിലും ആ സ്റ്റുഡൻറ്റിന് ഒരു 5 or 6 കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ, കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ, അഫ്കോഴ്സ് നന്നായിട്ട് ചെയ്യണം, എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു മൈനർ ഡിഗ്രി കിട്ടും. അപ്പോൾ ഒരു മെയിൻ ഡിഗ്രി കൂടാതെ ഒരു മൈനർ ഡിഗ്രി കൂടെ കിട്ടാം. അപ്പോൾ ഒരു മൈനർ ഡിഗ്രി വേറെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേണമെങ്കിലും എടുക്കാം, ഡിപ്പെൻഡിങ് ഓൺ ദ പെർഫോമൻസ്. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാരന്റ് ഡിപ്പാർട്ട്മെന്റിലെ ഡിഗ്രി, അല്ല പാരന്റ് ആയിട്ട് അഡ്മിഷൻ കിട്ടിയ ഡിപ്പാർട്ട്മെന്റിലെ ഡിഗ്രി, വേറൊരു ഡിഗ്രിയും കൂടെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ട്. മിക്കവാറും എല്ലാ IITസിലും ഈ സിസ്റ്റം ഉണ്ട് ഇപ്പം. പിന്നെ ഉള്ളത് കുറച്ചുകൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ, കുറച്ചുകൂടെ കോഴ്സ് എടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് പണ്ടൊക്കെ ഉണ്ടായിരുന്ന മാതിരി മാസ്റ്റേഴ്സ് ഉണ്ട്. അതായത് ഒരു നമ്മുടെ എടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ്, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് എനിക്ക് കിട്ടിയെങ്കിൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ മിനിമം കോഴ്സിനെ കൂടാതെ ഒരു 4-5 കോഴ്സ് കൂടുതൽ എടുക്കുകയാണെങ്കിൽ എനിക്ക് അവിടെ നിന്നൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി കിട്ടും. നല്ല സ്റ്റുഡൻസ് ഒക്കെ ചെയ്യുന്നത് വെച്ചാൽ അവർ അതിൻ്റെ ഒരു നോർമൽ കോഴ്സ് എടുക്കും, ഡിഗ്രി കിട്ടും, ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി അതേ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടും, അതായത് പാരന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടും, പിന്നെ ഒരു മൈനർ വേറൊരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എടുക്കാം. ആക്ച്വലി ചില സ്റ്റുഡൻസ് ഈവൻ 2 മൈനർ വരെ എടുക്കാറുണ്ട്. അതായത് അത്രത്തോളം കോഴ്സസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും. ഞാൻ പറയുന്നത് അതിനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ അതിന് അത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ, ഈ 4 വർഷം ഇവിടെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നവർക്ക്
നിങ്ങൾക്കൊരു 2 എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇൻ അഡീഷൻ നിങ്ങളുടെ ഒറിജിനൽ ഡിപ്പാർട്ട്മെന്റ് കൂടാതെ 2 എടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ചാൻസ് ഉണ്ട്. അത് വളരെ ഇതാണ് ഇപ്പോൾ, കാരണം അത്ര നല്ല ഫ്ലെക്സിബിലിറ്റിയാണ്. ഞാൻ പറയാൻ കാരണം ഇപ്പോൾ ഈ നമ്മളിപ്പോൾ നിങ്ങളുടെ ടീം തന്നെ എഞ്ചിനീയറിംഗ് ആണ്. എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ നമുക്ക് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞ എഞ്ചിനീയറിംഗ് സയൻസ് തമ്മിൽ ഡിഫറൻസ് ഇല്ല എന്ന് പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് തന്നെ പലപ്പോഴും നമ്മൾ വലിയ ഡിഫറൻസ് ഇപ്പോൾ കാണുന്നില്ല. കാരണം അവരുടെ വർക്ക് അനുസരിച്ചിട്ട് പല പല പുതിയ ഡെവലപ്മെന്റ് വരുന്ന കാരണം ഇപ്പോൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു ബ്രോഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു എഞ്ചിനീയറിംഗ് എനിക്ക് കിട്ടിയുള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ കൂടുതൽ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. ബിക്കോസ് നല്ല ഓവർലാപ്പ് ഉണ്ട്, മറ്റ് പല ബ്രാഞ്ചസുമായിട്ട് നല്ല ഓവർലാപ്പ് ഉണ്ട്. അതുകൊണ്ട് നമുക്കൊരു അങ്ങനെ ഒരു ട്രെയിനിങ്, ഒരു മൈനർ ഡിഗ്രി വെച്ചൊരു ട്രെയിനിങ് കിട്ടിയാൽ അത് വെച്ച് തന്നെ നമുക്ക് തിരിഞ്ഞ് കംപ്ലീറ്റ്ലി വേറൊരു ഡിഫറെന്റ് ലൈനിലേക്ക് പോകാൻ പറ്റും. എസ്പെഷ്യലി നിങ്ങളൊരു PGക്കൊക്കെ പോകുമ്പോൾ, പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ പോകുമ്പോൾ അതിനൊരു ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇഫ് യു ആർ ഗെറ്റിംഗ് എ ഡീസെന്റ് സീറ്റ് ഇൻ എനി ഓഫ് ദ IITs, അതേപോലെ വേറൊരു എപ്പോഴും ഉള്ളൊരു ഡൗട്ടാണ്, പുതിയ IITയിൽ ആരും കാണില്ല, പുതിയ IITയിലെ ഫാക്കൽറ്റി കാണില്ല, അവിടെ കോച്ചിങ് നല്ലതായിരിക്കില്ല. അതൊക്കെ ഒട്ടും ശരിയായ കാര്യങ്ങളല്ല. എല്ലാ IITയിലും ഓൾമോസ്റ്റ് സെയിം ലെവൽ ഓഫ് ക്വാളിറ്റിയാണ് നോക്കുന്നത്. ഫാക്കൽറ്റി റിക്രൂട്ട്മെന്റ് ഒക്കെ എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള ആൾക്കാരെ മാത്രമേ എടുക്കുകയുള്ളൂ. അത് പുതിയ IIT ആണെങ്കിലും പഴയ IIT ആണെങ്കിലും. അതുകൊണ്ട് അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം പലപ്പോഴും പറയാറുണ്ടോ IIT പാലക്കാട് അതൊരു പുതിയ IIT ആണ്, അവിടെ ഒരു ഫെസിലിറ്റീസ് ഒന്നും കാണില്ല. ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഹോസ്റ്റൽ അത്ര നല്ല ഹോസ്റ്റലായിരിക്കത്തില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ അക്കാഡമിക്സ് കൺസേൺ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. നമ്മൾ മിക്കവാറും പല പുതിയ IITയിലും അവരുടെ ലാബൊക്കെ മച്ച് ബെറ്റർ ആയിരിക്കും. നമ്മളെ പഴയ IIT ആകുമ്പോൾ ഒരുപാട് വർഷമായിട്ടുള്ള ലാബൊക്കെ ആയിരിക്കും. പക്ഷേ ഈ പുതിയ IITയിൽ പുതിയ ലാബൊക്കെ ആയത് കാരണം നല്ല എക്യുപ്മെന്റ്സ് ഒക്കെ ആണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഡൗട്ടേ വിചാരിക്കേണ്ട. പുതിയ IIT പഴയ IIT എന്നൊരു കാര്യം വിചാരിക്കേണ്ട. നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ കണക്കാക്കേണ്ടതുള്ളൂ, വേറെ ഒരു ആവശ്യവും ഇല്ല. അതാണ് കോഴ്സ് സ്ട്രക്ചറാണ്. ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ അനുസരിച്ച് ഫസ്റ്റ് സെമസ്റ്ററിൽ അഗെയിൻ അതൊരു പലർക്കും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണെങ്കിലും നമ്മൾ JEE ചെയ്യുന്നവരെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, സംടൈംസ് ബയോളജി ഓൾസോ വിൽ കം. അതൊരു ഫസ്റ്റ് സെമസ്റ്റർ സെക്കൻഡ് സെമസ്റ്ററിൽ ഓൾമോസ്റ്റ് ഒരു കോമൺ കോഴ്സസ് ആണ് എല്ലാ ബ്രാഞ്ചിനും ഉള്ളത്. ഏത് മെക്കാനിക്കൽ ആണെങ്കിലും ഇലക്ട്രിക്കൽ ആണെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും. അതുകൊണ്ട് നിങ്ങളത് കോമൺ ആയിട്ട് അങ്ങ് പഠിച്ചേ പറ്റും. അത് ഫിസിക്സ് കുറച്ചുകൂടെ പഠിക്കണം, കെമിസ്ട്രി, അതേപോലെ മാത്സ് ഒരുപാട് 3-4 കോഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഏത് എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് എടുത്താലും മാത്സ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബേസിക് ഇതായത് കാരണം മാത്സ് കോഴ്സ് വളരെ ഫിസിക്സിനേക്കാൾ അല്ലെങ്കിൽ കെമിസ്ട്രിയേക്കാൾ കൂടുതലാണ്. അത് ഒരിക്കലും നമ്മളത് നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല. കാരണം ഇനി എഞ്ചിനീയറിംഗ് എടുത്താൽ അതിൽ മാത്സിന്റെ റോൾ വളരെ വലുതാണ്. ഫിസിക്സ്, കെമിസ്ട്രി നമുക്ക് വേണമെങ്കിൽ പറയാം, പക്ഷേ മാത്സിന്റെ റോൾ വിത്തൗട്ട് മാത്സ് പലതും നമുക്ക് ചെയ്യാൻ പറ്റില്ല എഞ്ചിനീയറിംഗ്. അതുകൊണ്ട് മാത്സ് വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. അത് എവിടെ ജോയിൻ ചെയ്താലും മാത്സിന്റെ ഇമ്പോർട്ടൻസ് വളരെ വളരെ കൂടുതലാണ്. അത് പലപ്പോഴും നമ്മൾ വിചാരിക്കുമോ നമ്മൾ JEE കഴിഞ്ഞാലേ ഇനി എൻ്റെ ആവശ്യമുണ്ടോ, അങ്ങനെയല്ല. അത് നമ്മൾ ശരിക്കും മാത്സ് പഠിക്കാൻ ഇനിയും പലതും ഉണ്ട്. അത് ഈ ഒരു വർഷം അല്ലെങ്കിൽ 1.5 വർഷം കൊണ്ട് മാത്രമേ നടക്കുള്ളൂ. അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുമാതിരി ഇതാണ് ആദ്യത്തെ ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും. പിന്നെ പല IITസിലും അതും നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും, നമ്മളിപ്പോൾ ഉദ്ദേശിച്ച റാങ്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഉദ്ദേശിച്ച ബ്രാഞ്ച് കിട്ടിയില്ല എന്ന് വിചാരിച്ചാലും വിഷമിക്കേണ്ട. നിങ്ങളുടെ ഫസ്റ്റ് ഇയർ പെർഫോമൻസ്, അതായത് ഫസ്റ്റ് സെമസ്റ്ററിന്റെ സെക്കൻഡ് സെമസ്റ്ററിന്റെ പെർഫോമൻസ് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഹയർ ബ്രാഞ്ചിലേക്ക് കിട്ടാൻ പറ്റും. അന്നേരം ഈ JEEയുടെ റാങ്കിന്റെ യാതൊരു പ്രസക്തിയും ഇല്ല. നിങ്ങളുടെ ഫസ്റ്റ് ഇയർ പെർഫോമൻസ് മാത്രം ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ മെക്കാനിക്കലിലുള്ള ഒരാളിന് കമ്പ്യൂട്ടർ സയൻസിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ബ്രാഞ്ച് ചേഞ്ച് നടക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഞാൻ കേട്ടത്, ഇപ്പോൾ പല സ്റ്റുഡൻസും ബ്രാഞ്ച് ചേഞ്ച് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ചെയ്ത് ബ്രാഞ്ച് ചേഞ്ച് യൂസ് ചെയ്തിട്ട് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എക്കണോമിക്സിലേക്ക് പോയി. അതേപോലെ ചില സ്റ്റുഡൻസ് എക്കണോമിക്സ് ഇൻട്രസ്റ്റ് ഇല്ലാതെ എക്കണോമിക്സിൽ നിന്ന് എഞ്ചിനീയറിംഗ് പോയി. അപ്പോൾ 2 രീതിയിലും, അതായത് എക്കണോമിക്സ് ഇൻട്രസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോകുന്നവരും കുറച്ച് തിരിച്ചു പോകുന്നവരുമുണ്ട്. അതേപോലെ ഇപ്പൊ പല ആൾക്കാരും ഓരോ വർഷം സംഭവിക്കാറുണ്ട്, ഈ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് ബ്രാഞ്ച് ചേഞ്ച് കഴിഞ്ഞിട്ട് ഫിസിക്സിലോട്ട് വരുന്നത്, എഞ്ചിനീയറിംഗ് ഫിസിക്സിലേക്ക് വരിക, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫിസിക്സിൽ നിന്ന് നല്ല ഇതായിട്ട് കിട്ടിയിട്ട് വേറെ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് പ്യുവർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലേക്ക് പോവുക. അങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നതാണ്. ഇതൊക്കെ ബേസ്ഡ് ഓൺ ദ ഫസ്റ്റ് സെമസ്റ്റർ സെക്കൻഡ് സെമസ്റ്ററിന്റെ ഇത് വെച്ചിട്ടാണ്, പെർഫോമൻസ് വെച്ചിട്ടാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. നിങ്ങൾ JEE 2 വർഷം അല്ലെങ്കിൽ 3 വർഷം വളരെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് വിചാരിക്കും ഓക്കെ ഫസ്റ്റ് ഇയർ ഇവിടെ വന്നു നമുക്ക് അല്പം കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാം. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. ഫസ്റ്റ് ഇയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ JEE പോലെ അല്ലെങ്കിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് ഇയർ. ഈ ഫസ്റ്റ് ഇയറിലാണ് നിങ്ങളുടെ ബേസിക്സ് ഇവിടെ ശരിക്കും എസ്റ്റാബ്ലിഷ് ആവുന്നത്. അത് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഫസ്റ്റ് ഇയർ IIT എനി IIT അല്ലെങ്കിൽ ഐസർ നന്നായിട്ട് തന്നെ ചെയ്യണം. അത് സെയിം പ്രഷർ തന്നെ നമ്മൾ എടുത്ത് ചെയ്യണം. ഇത്രയാണ് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. കാരണം എനിക്ക് ഇപ്പൊ തന്നെ കാണാൻ പറ്റിയ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇന്ററാക്ഷൻ സെഷൻ ആവാം. എനി
ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാം, മലയാളത്തിലോ ഇംഗ്ലീഷിലോ, നോ പ്രോബ്ലം. ക്വസ്റ്റ്യൻസ് ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി മിനി ടീച്ചറെ ക്ഷണിക്കുന്നു. യെസ് സർ, നിരവധിയായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്, ചാറ്റ് ബോക്സിൽ വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാം ആൻസർ ചെയ്യാം. തീർച്ചയായിട്ടും സർ. ഇതിൽ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് എത്ര തവണ ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ സാധിക്കും എന്നുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, അത് നമ്മളൊരു ആദ്യത്തെ പ്രാവശ്യം നമ്മൾ 12th എഴുതാം, 12th കഴിഞ്ഞ് ഒരു പ്രാവശ്യം കൂടെ എഴുതാം. 12th എഴുതുമ്പോൾ 12th എഴുതി കഴിഞ്ഞിട്ട് നമ്മളൊരു അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് എഴുതാൻ പറ്റില്ല. സോ അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ ട്വൈസ്, അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അതോടെ തീർന്നു, പിന്നെ എടുക്കാൻ പറ്റത്തില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ നമ്മൾ ഓക്കെ 12th കഴിഞ്ഞ് 2 വർഷം പ്രിപ്പയർ ചെയ്തിട്ട് എഴുതാൻ, അത് നടക്കില്ല. 12th ആൻഡ് നെക്സ്റ്റ് ഇയർ അത് മാത്രമേ പറ്റുള്ളൂ, പ്രൊവൈഡഡ് നമ്മൾ ആദ്യത്തെ പ്രാവശ്യം അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ. ഓക്കെ സർ, അത് ക്ലിയറായി. മറ്റൊരു ചോദ്യം ഇവിടെ വന്നിരിക്കുന്നത് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗും എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗും തമ്മിലുള്ള ഒരു വ്യത്യാസം ഒന്ന് വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു വളരെ ഫൈൻ ആയിട്ടുള്ള ഡിഫറൻസ് ആണ്. കാരണം ഇപ്പൊ നമ്മൾ എനിത്തിങ് റിലേറ്റഡ് ടു എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിന് നമുക്ക് പല സ്പെഷ്യലൈസേഷൻ പറയാമെന്നല്ലാതെ അത് നമ്മൾ കുറച്ച് ഒരു 5 or 6 കോഴ്സിന്റെ വ്യത്യാസം എന്നല്ലാതെ അതിൽ നമ്മുടെ ഫ്യൂച്ചറിൽ നോക്കുമ്പോൾ വലിയ ഡിഫറൻസ് വിചാരിക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു കാര്യം, ഇത് ഞാൻ ജനറലായിട്ടൊരു കാര്യം പറയാം. പലപ്പോഴും നമ്മൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഡെഫിനറ്റ്ലി ക്വസ്റ്റ്യൻ കാണാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഡേറ്റാ സയൻസ് അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റേഷൻ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെയുള്ള ബ്രാഞ്ചസ് നല്ലതാണോ എന്ന് എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ, നിങ്ങൾ ഗ്രാജുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഈ ഗ്രാജുവേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കഴിയുന്നത് നിങ്ങൾ ബ്രോഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് എടുക്കണം, വളരെ നാരോ ആയിട്ട് എടുക്കരുത്. വളരെ നാരോ ആയിട്ട് എടുത്താലുള്ള പ്രശ്നം വെച്ചാൽ പിന്നെ നമ്മൾ ആ നാരോ പാത്തിൽ കൂടെ മാത്രമേ മേളിലോട്ട് പോകാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് നിങ്ങളൊരു ബ്രോഡായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അല്പം ഒന്ന് മാറുകയാണെങ്കിലും അതിനകത്ത് നിങ്ങൾക്ക് വേറൊരു രീതിയിൽ പോകാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഇപ്പോഴേ നാരോ ആയി കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിലെ നാരോ, ഇത് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു പിരമിഡാണ്. ഇപ്പൊ ആദ്യമേ കുറച്ച് ബ്രോഡായിട്ട് നിങ്ങൾക്ക് നാരോ ആയിട്ട് പോകാൻ പറ്റും. നിങ്ങൾ ഓൾറെഡി ഒരു വയർ മാതിരിയാണ് ഇരിക്കുന്നതെങ്കിൽ വളരെ നാരോ ആയി പോയാൽ നിങ്ങളുടെ ചാൻസസ് കുറവായിരിക്കും. അന്നേരം നിങ്ങൾ അതിനകത്ത് തന്നെ നിൽക്കാനേ പറ്റുള്ളൂ. അതിനേക്കാൾ നല്ലത് കുറച്ചൊരു ബ്രോഡായിട്ട് നിങ്ങളിപ്പോൾ എന്താ പറഞ്ഞ ഒരു മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, കെമിക്കൽ ഇങ്ങനെയുള്ള ഈ ബ്രാഞ്ചസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് പലതുണ്ട്. ഇപ്പം മെറ്റീരിയൽ സയൻസ് ആൻഡ് മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ് പലർക്കും അറിയില്ല, പലരും വിചാരിക്കുന്നത് വളരെ മോശമായ ഒരു ബ്രാഞ്ച് എന്നാണ്. ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. കാരണം മെറ്റീരിയൽ സയൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെക്കാനിക്കലായിട്ട് റിലേഷൻ ഉണ്ട്, ഫിസിക്സ് ആയിട്ട് റിലേഷൻ ഉണ്ട്, നാനോ ടെക്നോളജി ആയിട്ട് റിലേഷൻ ഉണ്ട്, കെമിസ്ട്രി ആയിട്ട് റിലേഷൻ ഉണ്ട്. ഇങ്ങനെ ഈവൻ വേണമെങ്കിൽ ഇലക്ട്രിക്കൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അങ്ങനെ ഒരുപാട് റിലേഷൻഷിപ്പ് ഉള്ളതാണ് ഈ ഇങ്ങനൊരു ബ്രാഞ്ച്. അതുകൊണ്ട് എപ്പോഴും കഴിയുന്നതും ഡോണ്ട് ടേക്ക് എ വെരി നാരോ ബ്രാഞ്ച്, ആദ്യം എടുക്കരുത്. അതുകൊണ്ട് ആ ഡിഫറൻസേ ഉള്ളൂ എയറോനോട്ടിക്കലും എയറോസ്പേസ് ഒക്കെ. എയറോസ്പേസ് ഇഫ് യു ആർ ലൈക്കിംഗ് ലിറ്റിൽ മോർ മാത്തമാറ്റിക്കൽ ആണ്, ബിക്കോസ് എൻ്റെ ഡിസൈനിങ് ഒരുപാട് മാത്തമാറ്റിക്കൽ, ഫ്ലൂയിഡ് ഡൈനാമിക്സ് അങ്ങനെയൊക്കെ ഒരുപാട് ടോപ്പിക്സ് വരുന്ന കാരണം ഓൾമോസ്റ്റ് അത് മെക്കാനിക്കലാണ്. നമുക്കൊരു മെക്കാനിക്കലും എയറോസ്പേസും തന്നെ വലിയ ഡിഫറൻസ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ പിന്നെ ഈ ചോദിക്കുന്ന ക്വസ്റ്റ്യനിലെ ഡിഫറൻസ് അതിനേക്കാൾ ചെറുതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് വലുതായിട്ട് പറയേണ്ട. ഇറ്റ് വിൽ ബി എ പാർട്ട് ഓഫ് മെക്കാനിക്കൽ എന്ന് വിചാരിച്ചാൽ മതി. ദാറ്റ് ഈസ് എ കോർ ബ്രാഞ്ച്. കോർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ ഒന്നും സംഭവിക്കില്ല, നോ പ്രോബ്ലം. ഓക്കെ സാർ, അത് ക്ലിയർ ആയി. മറ്റൊരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത് IIT-കളിൽ കനത്ത ഫീസ് ഉണ്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ സാധാരണക്കാരായ കുട്ടികൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ? അതിപ്പം ഈ ഒരു 4-5 വർഷമായിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഒരു ഓൾമോസ്റ്റ് ഒരു 1.5 lakh, ഓൾമോസ്റ്റ് 3 lakh പെർ ഇയർ വരും. പക്ഷേ ഇപ്പം എല്ലാവരും ചെയ്യുന്നത് എന്താ, ലോൺ എടുക്കാന്ന് തന്നെ. ഇപ്പം ലോൺ ഇഷ്ടം പോലെ എല്ലാ ബാങ്കുകാരും കൊടുക്കുന്ന കാരണം എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ഒരു ഫീസിന്റെ കാരണം കൊണ്ട് ആരും സീറ്റ് എടുക്കാതിരിക്കുന്നു എന്നൊരു കാരണം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പല ആൾക്കാരുണ്ട്. ഇപ്പം IIT ജോയിൻ ചെയ്താൽ തന്നെ നിങ്ങളുടെ ഇപ്പം ഫീസിന് ഡിലേ ആണെങ്കിൽ തന്നെ അതിനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഒരുപാട് സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ഫീസിന്റെ കാരണം കൊണ്ട് കോഴ്സ് എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ സീറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു ചാൻസ് ഇല്ല. നിങ്ങൾക്ക് ഒരു IIT സീറ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ബാങ്ക്സ് ആണെങ്കിലോ അങ്ങനെ വളരെ ഇപ്പോഴത്തെ ഈ വളരെ ഫ്ലെക്സിബിൾ ആണ്. ബാങ്കൊക്കെ ഈ ലോണൊക്കെ ഇഷ്ടം പോലെ ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ അഡ്മിഷൻ നടക്കുന്ന സമയത്ത് തന്നെ എല്ലാ ബാങ്കുകാരും അവരുടെ ഒരു കൗണ്ടർ ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെന്ന് തോന്നില്ല. അങ്ങനെ വിചാരിക്കുകയും ചെയ്യരുത്. ഡെഫിനറ്റ്ലി ആരെങ്കിലും ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ആണെങ്കിൽ തന്നെ നിങ്ങൾ ഒരു സീറ്റ് കിട്ടുകയാണെങ്കിൽ അത് എടുത്ത് തന്നെ ചെയ്യണം, വേറെ ഒന്നും വിചാരിക്കരുത്. അതെ സാർ, ഇപ്പൊ പ്ലേസ്മെന്റും ഒക്കെ കിട്ടും IIT-കളിൽ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് കുട്ടികൾക്ക് ലോൺ അടയ്ക്കാനും സാധിക്കും,
ഒരു പ്രോബ്ലം ഇല്ല, അതിനെക്കുറിച്ച് വിചാരിക്കേ വേണ്ട. അതെ അതെ ഡെഫിനറ്റ്ലി അത് വളരെ നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് പറയേണ്ടതായി ശരിക്കും. അതെ, കുട്ടികൾക്ക് വളരെ ഒരു ഭയമാണ് ഇങ്ങനെ IIT ഭയങ്കര ഫീസ് ആണെന്നുള്ള ഒരു ഭയം കുട്ടികൾക്ക്. ശരിയാണ്, 3 lakhs എന്ന് പറയുന്നത് ചെറിയ ഫീസ് ഒന്നും അല്ല, അത് ശരിയാണ്. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ഗവൺമെന്റിന്റെ കൺട്രോളിലല്ലേ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിന് ഒരുപാട് സിസ്റ്റം ഗവൺമെന്റ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ പല ബാങ്കുകളും നമ്മളെ വളരെ കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് വിചാരിക്കേ വേണ്ട. ഓ സാർ, മറ്റൊരു ചോദ്യം ഇവിടെ വന്നിരിക്കുന്നത് ഈ മൈനർ ഡിഗ്രിയെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മൈനർ ഡിഗ്രി അതൊരു എനിക്ക് തോന്നുന്നൊരു 10 വർഷമായി മിക്കവാറും എല്ലാ ഏജിലും, പുതിയ ഏജിൽ പോലും ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോ ഈ പലർക്കും വരുന്ന പ്രശ്നം ഉണ്ടാകും, നമ്മൾ ഈ ഒരു മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിന്റെ വ്യത്യാസത്തിലായിരിക്കും നമ്മുടെ ഒരു ബ്രാഞ്ച് അങ്ങ് നഷ്ടപ്പെട്ടു പോയത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചിലർക്ക് ഒരു മോട്ടിവേഷൻ ഒരു കുറച്ച് വ്യത്യാസം കുറവ് വരാം. അതുകൊണ്ട് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഈ നമ്മുടെ ബേസിക് ട്രെയിനിങ് എല്ലാ ബ്രാഞ്ചിനും ഫസ്റ്റ് ഇയർ ഒക്കെ വളരെ കോമൺ അല്ലേ. അപ്പം പിന്നെ ഒരു ബേസിക് ഒരു ലെവൽ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് കുറച്ചൊരു എക്സ്ട്രാ കോഴ്സസ് ആണ്. അപ്പൊ ഈ മൈനർ എന്ന് പറയുമ്പോൾ ഒരു IIT ബോംബെയിലെ കാര്യം പറയാം, ഒരു 5 എക്സ്ട്രാ കോഴ്സ്. ഞാനിപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് ഫിസിക്സിന്റെ സ്റ്റുഡന്റ് ആണ് വിചാരിക്കുക, എനിക്ക് മെക്കാനിക്കലിൽ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രിക്കലിൽ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും, ഞാൻ എൻ്റെ ഫിസിക്സിൽ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അപ്പൊ എനിക്കൊരു നല്ല ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് ഇലക്ട്രിക്കൽ ഉണ്ടെങ്കിൽ അവിടെ കുറച്ച് സീറ്റ്സ് കാണും ഈ മൈനർ ഡിഗ്രിക്ക് വേണ്ടി. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഒരു ഫസ്റ്റ് ഇയർ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ ഉണ്ട്. അത് 3 വർഷം കൊണ്ട് നമുക്കൊരു 5 കോഴ്സ് എന്ന് വെച്ചാൽ 3 വർഷം എന്ന് പറയുമ്പോൾ 6 സെമസ്റ്ററായി. 6 സെമസ്റ്ററിൽ ഒരു 5 എക്സ്ട്രാ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഡിഗ്രി കിട്ടും. അത് ആ ഡിഗ്രി മൈനർ ഫ്രം ദാറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ നമ്മുടെ ഒറിജിനൽ ഡിഗ്രി ഉണ്ട്, നമുക്കൊരു മൈനർ ഡിഗ്രി ഉണ്ട്. അപ്പൊ നമുക്കൊരു ഫുൾ എക്സ്പോഷർ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ ഒരു ഐഡിയ കിട്ടും. അത് വെച്ച് നമുക്ക് ഡെഫിനറ്റ്ലി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ, നമ്മുടെ ഒറിജിനൽ ഡിപ്പാർട്ട്മെന്റിൽ മൈനർ എടുക്കാൻ പറ്റില്ല, വേറൊരു ഡിപ്പാർട്ട്മെന്റിൽ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ബ്രോഡ് ആയിട്ട് വരും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പം കഴിഞ്ഞും ബ്രോഡ് ആയിരിക്കണം ആദ്യം, പിന്നെ നമ്മൾ നാരോ ആയിട്ട് പോകാവുള്ളൂ. ആദ്യം ഒരു ബ്രോഡ് ആയിട്ട് തന്നെ പഠിക്കണം. നമുക്ക് കുട്ടികൾക്ക് താല്പര്യമുള്ള അല്ലെ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള വിഷയങ്ങളിലായിരിക്കണം അപ്പൊ മൈനർ എടുക്കേണ്ടത്. പക്ഷെ അത് എടുക്കുമ്പോൾ അത് നമ്മുടെ ഫസ്റ്റ് ഇയറിന്റെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും. നമുക്കിപ്പോൾ കിട്ടണമെങ്കിൽ നന്നായിട്ട് നമ്മൾ ഫസ്റ്റ് ഇയർ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നന്നായിട്ട് ചെയ്തെങ്കിലേ നമുക്ക് കിട്ടുള്ളൂ. കാരണം ആ നമ്പർ ഓഫ് സീറ്റ്സ് ഒരു ലിമിറ്റ് ഉണ്ട്, അതിനകത്ത് കിട്ടണം. ഇപ്പോൾ ഒരു ഇലക്ട്രിക്കൽ ഒരു 40 സീറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ 40-നകത്ത് വന്നാൽ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ വേറെ എണ്ണം എടുക്കണമെങ്കിൽ. മിക്കവാറും താല്പര്യമുള്ള എല്ലാ സ്റ്റുഡൻസിനും ഒരു മൈനർ കിട്ടും ഡെഫിനറ്റ്ലി. സർ, ഇവിടെ പല കുട്ടികളും ചോദിച്ചിരിക്കുന്ന ഒന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചാണ്. അപ്പൊ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ മൈനർ ഡിഗ്രി ആയിട്ട് എടുക്കുന്നത് നന്നായിരിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മൈനറായിട്ട് ബോംബെയിൽ തന്നെ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, അതൊക്കെ ഇപ്പൊ ജസ്റ്റ് ആയിട്ട് വരുന്നേ ഉള്ളൂ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ് ഒക്കെ ഇപ്പൊ ജസ്റ്റ് വന്നതേ ഉള്ളൂ. ഇവിടെ അതിന്റെ ഒരു സെന്റർ ഒക്കെ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിന്റെ ഒരു മൈനർ പ്രോഗ്രാം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ തവണ ജോയിൻ ചെയ്ത സ്റ്റുഡൻസിന് അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും കിട്ടുമെന്ന് തോന്നുന്നു. അത് ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതൊക്കെ ഒരു മൈനറായിട്ട് എടുക്കാൻ പറ്റുള്ളൂ, അതൊന്നും ഒരു കോറായിട്ട് എടുക്കരുത്. കാരണം നേരത്തെ ഗവൺമെന്റ് ഒന്നും അറിയില്ല. കാരണം ഒരു 10-20 വർഷം മുമ്പ് ഇൻഫർമേഷൻ ടെക്നോളജി വളരെ കാര്യമായിട്ട് IIT തുടങ്ങിയിരുന്നു. പക്ഷെ അത് അതിനനുസരിച്ച് അങ്ങോട്ട് ഡെവലപ്പ് ആയില്ല. പിന്നെ അത് കമ്പ്യൂട്ടർ സയൻസിന്റെ ഭാഗമായി മാറി. നേരെ മറിച്ച് കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്ന ആളിന് കുറച്ചുകൂടെ ബ്രോഡ് ആയിരിക്കും, ഇൻഫർമേഷൻ ടെക്നോളജി കുറച്ചുകൂടെ നാരോ ആണ്. അതുകൊണ്ട് ഇപ്പൊ മെക്കാനിക്കൽ ആൾക്കാർക്കും, കമ്പ്യൂട്ടർ സയൻസ് ആൾക്കാർക്കും, ഇലക്ട്രിക്കൽ ആൾക്കാർക്കും മെഷീൻ ലേണിംഗും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഒക്കെ എടുക്കാൻ പറ്റും, നോ പ്രോബ്ലം. ഞാൻ മെക്കാനിക്കൽ എടുക്കുന്നവർക്കും ഇലക്ട്രോണിക്സ് എടുക്കുന്നവർക്കും ഇലക്ട്രിക്കൽ എടുക്കുന്നവർക്കും എല്ലാം വേണമെങ്കിൽ മൈനർ ഡിഗ്രി ആയിട്ട് എടുക്കാം. മറ്റൊരു ചോദ്യം വന്നിരിക്കുന്നത് സർ, വെപ്പൺ എഞ്ചിനീയറിംഗിനെ കുറിച്ചിട്ടാണ്. ഞാൻ കേട്ടിട്ടില്ല. അതൊക്കെ വളരെ സ്പെഷ്യലൈസ്ഡ് ആയ കാര്യങ്ങളായിരിക്കും. ഈ ഡിഫൻസ് റിലേറ്റഡ് ഒക്കെ ആയിട്ട് ഇപ്പം ഇങ്ങനെ ഗവൺമെന്റിന്റെ പല ഇനിഷ്യേറ്റീവ്സ് ഉണ്ടല്ലോ. ഇപ്പൊ ഇത് പല കാര്യങ്ങളിലും ഈ മേക്ക് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഒരുപാട് ഇങ്ങനെയുള്ള പുതിയ പ്രോഗ്രാമിനെ അവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവരത് എൻകറേജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പക്ഷെ വന്നതായിരിക്കാം. വരികയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞത് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ സ്റ്റുഡൻസിനൊക്കെ. കാരണം ഒത്തിരി ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് എസ്പെഷ്യലി ഡിഫൻസ് സെക്ടറിൽ അവര് മിക്കവാറും ഇമ്പോർട്ടൊക്കെ ഒരുപാട് കുറയ്ക്കുന്ന കാരണം ഇത്തിരി കാര്യങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഈ കോർ എഞ്ചിനീയറിംഗിന് ഇപ്പൊ എല്ലാവരും ഒരുമാതിരി സോഫ്റ്റ്വെയറിന് പോകുന്നത് കുറഞ്ഞിട്ട് നന്നായിട്ട് ഈ സ്കില്ലോടുകൂടി നമ്മൾ ഈ കോർ എഞ്ചിനീയറിംഗ് ചെയ്യുന്നവർക്ക് അപ്പൊ ഈ സ്പെഷ്യലൈസേഷൻ ആയാലും ആ സ്പെഷ്യലൈസേഷൻ ആയാലും വേറൊരു മൈനർ ആയാലും ഒന്നും പ്രശ്നം വരില്ല. പക്ഷെ അവർക്ക് ഇത് കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഈ വിത്തിൻ ഇന്ത്യ തന്നെ ഇപ്പൊ ഈ കോവിഡ് ഒക്കെ വന്നാൽ പിന്നെ പലർക്കും ഇപ്പം നമ്മുടെ രാജ്യത്ത് തന്നെ നിൽക്കണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം കൂടുതലുണ്ട്. പണ്ടൊക്കെയാണെങ്കിൽ നമ്മൾ ഇപ്പൊ എല്ലാവരും പുറത്തു പോകണം, ഇപ്പൊ അതൊക്കെ അല്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പം ഈ ഡിഫൻസ് സെക്ടറൊക്കെ കംപ്ലീറ്റ്ലി ഇന്ത്യൻ മേക്ക് ആയിട്ട് വരുമ്പം നല്ല ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ സ്റ്റാർട്ടപ്പ് മാതിരി ഒരുപാട് വരും. അപ്പം ഈ ഡിഫൻസ് സെക്ടറൊക്കെ വരുമ്പോൾ ഈ വെപ്പണറി എന്നൊക്കെ പറയുമ്പോൾ ഡെഫിനറ്റ്ലി വരും. അല്ലാതെ ഞാൻ കേട്ടിട്ടില്ല. ബട്ട് ഡെഫിനറ്റ്ലി അതൊക്കെ ഒരു വളരെ ഹൈലി സ്പെഷ്യലൈസ്ഡ് ആണെന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഇപ്പൊ മെക്കാനിക്കൽ അല്ലെങ്കിൽ എയറോ ആ രീതിയിൽ വിചാരിച്ചാൽ മതി.
സർ മറ്റൊരു ചോദ്യം, ഈ NCERT ടെക്സ്റ്റ് പഠിച്ചാൽ മതിയോ എൻട്രൻസ് ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ പാസ്സാകാൻ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യാനുള്ളതെന്നാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. NCERT ടെസ്റ്റ് ആണ് അതിന്റെ ബേസിസ്. പക്ഷേ പ്രശ്നം വെച്ചാൽ അതിന്റെ ഈ പറഞ്ഞ മാതിരി ഇതിന് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നവർക്ക് ഒരു വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഈ പറഞ്ഞ മാതിരി ഈ 12 lakhs സ്ക്രീൻ ചെയ്തെടുത്തിരിക്കുന്ന 2 lakhs ആൾക്കാരിൽ നിന്നാണ് നമ്മളൊരു 16 അല്ലെങ്കിൽ 20,000 ആൾക്കാരെ കണ്ടുപിടിക്കേണ്ടി വരുന്നത്. അപ്പൊ ഈ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അത്രത്തോളം ടഫ് ആക്കിയില്ലെങ്കിൽ അവർക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് പറ്റും, ഇതിനെ മാക്സിമം ട്വിസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഇപ്പൊ ബേസിക് ഇൻഫർമേഷൻ നിങ്ങൾ പഠിച്ച ബുക്ക് തന്നെ ആയിരിക്കും, പക്ഷെ അത് എങ്ങനത്തോളം ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എത്രത്തോളം ട്വിസ്റ്റ് ചെയ്താൽ അത്രത്തോളം ആൻസർ എഴുതണമെങ്കിൽ അത്രത്തോളം നമ്മൾ അതിന്റെ എല്ലാ ഓപ്ഷൻസും, ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ഫിസിക്സിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ പക്ഷെ അതിന്റെ എല്ലാ പോസിബിലിറ്റിയും നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ആ ട്വിസ്റ്റിങ് വരുമ്പോൾ നമ്മൾ അവിടെ എഴുതാൻ പറ്റാതെ വരും. ഈ ട്വിസ്റ്റിംഗ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഈ ട്വിസ്റ്റിംഗ് അറിഞ്ഞിരിക്കണമെങ്കിൽ നമ്മൾ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പൊ ഈ പല പഴയ ക്വസ്റ്റ്യൻ ബാങ്ക്, എന്തായാലും കുറെ ആൾക്കാർ കോച്ചിങ്ങിനൊക്കെ പോകുന്നുണ്ടാവും. ഇങ്ങനെയുള്ള പല ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ മാത്രമേ കിട്ടൂ. അല്ലാതെ ജസ്റ്റ് ബേസ് NCERT ബുക്ക് ഫൈൻ, അതിന്റെ സിലബസ് അതിനകത്തുനിന്ന് അല്ലാതെ ശകലം പോലും പുറത്തും ചോദിക്കില്ല. പക്ഷെ അതിനകത്തുനിന്ന് മാക്സിമം ട്വിസ്റ്റ് പ്രതീക്ഷിക്കാം. അപ്പൊ അതുകൊണ്ട് പറ്റും, അപ്പൊ എല്ലാ രീതിയിലുള്ള പോസിബിലിറ്റീസ് അറിഞ്ഞിരുന്നാൽ മാത്രമേ എക്സാം എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താ പറ്റും, പിന്നെ വേറൊരു പ്രധാന കാര്യം ടൈം. നമുക്ക് ചെയ്താൽ പറ്റുമായിരിക്കും, നമ്മളിങ്ങനെ പല വർക്കൗട്ട് ചെയ്തിട്ട് പല സ്റ്റെപ്പ് എഴുതിയിട്ടൊക്കെ ചെയ്യായിരിക്കും. പക്ഷെ അവിടെ പ്രശ്നം വരുന്നത് നമ്മുടെ ടൈം പോകും. ഇത് ആലോചിക്കണം, ഒരു ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന്റെ 2 പേപ്പർ ഉണ്ട്, മോർണിംഗ് ഒരു പേപ്പർ, ആഫ്റ്റർനൂൺ ഒരു പേപ്പർ. ഈ ഓരോ സബ്ജക്റ്റും നമുക്ക് 1 മണിക്കൂറേ ഉള്ളൂ. 1 മണിക്കൂറിൽ സംതിങ് ലൈക്ക് 18-20 ക്വസ്റ്റ്യൻസ് എഴുതണം. അപ്പം ടൈമിന്റെ കാര്യത്തിൽ വളരെ ആയിരിക്കും. നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് എഴുതുക. ഒരു ക്വസ്റ്റ്യൻ ആവറേജ് ആയിട്ട് വളരെ കിട്ടുന്നത് വളരെ കുറച്ച് ടൈമേ ഉള്ളൂ, ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ഉള്ളൂ. അപ്പം ടൈം വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പൊ നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യും, ക്വസ്റ്റ്യൻസ്, പഴയ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ബാങ്കിൽ നിന്നൊക്കെ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് വെച്ചിട്ട്, പഴയ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്നൊക്കെ വെച്ചിട്ട് മാക്സിമം ട്രൈ ചെയ്യണം. ഇങ്ങനെ എക്സ്പീരിയൻസ് ആയിരിക്കണം, എന്നാലേ പറ്റുള്ളൂ. ബേസിക് സിലബസ് അത് തന്നെ, ഡെഫിനറ്റ്ലി വേറെ ഒന്നും കാണില്ല. സിലബസ് അത് തന്നെ ആയിരിക്കും, നമ്മൾ ധാരാളമായിട്ട് പ്രാക്ടീസ് ചെയ്യണം, അല്ലെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് പഠിക്കണം എന്നാണ് സാർ പറഞ്ഞു വരുന്നത്. അതെ, ഒരുപാട് ടൈം സ്പെൻഡ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ആൾക്കാരൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 18-19 hours ഒക്കെയാണ് 2 വർഷത്തേക്ക്. അത് വേണം. അങ്ങനെ ഇപ്പൊ ഒരുപാട് മലയാളികൾ പല IIT-യിലും പല ഐസറിലും ഒരുപാട് മലയാളികൾ വരുന്നുണ്ട്. അത് നല്ല ട്രെൻഡാണ്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഒരുപാട് പേര് ഇങ്ങനെ പാസ് വരുന്നുണ്ട്, നല്ല റാങ്ക് കിട്ടി തന്നെ. സാർ മറ്റൊരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ലോക്കോമോഷൻ ഡിസബിലിറ്റി ഉള്ളവർക്ക് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് എടുക്കാമോ എന്നൊരു ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന്. കാരണം ഇത് അവരുടെ ഒരുപാട് കാര്യങ്ങൾ ഈ മോഡലിങ്ങും ഡിസൈനിങ്ങും ഒക്കെയാണ്. അല്ലാതെ റിയൽ ആയിട്ടുള്ള ഈ ഫിസിക്കൽ വർക്ക് വരുന്ന അല്ല. അത് അന്നേരം ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ലൈനിലേക്ക് പോകാനൊക്കെ പറ്റും. അതൊരു പ്രോബ്ലം അല്ല. സർ മറ്റൊന്ന്, ഫുഡ് എഞ്ചിനീയറിംഗിനെ കുറിച്ച് പറയാമോ എന്നാണ് ഒരു ചോദ്യം. ഫുഡ് എഞ്ചിനീയറിംഗ്, ടെക്സ്റ്റൈൽ എഞ്ചിനീയറിംഗ് ഒക്കെ ഉള്ളത് ഉണ്ട്. അങ്ങനെ ബോംബെയിൽ അങ്ങനെ 2 കോഴ്സും ഇല്ല, ഖരഗ്പൂരിലുണ്ട്. പിന്നെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇതൊക്കെ വളരെ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രമേ പോകാവൂ. ഇപ്പൊ നമ്മൾ ജനറലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടാവുന്ന ഒരു കാര്യമല്ല. പക്ഷെ ചാൻസസ് വളരെ കൂടുതലാണ്. നമ്മളിപ്പോൾ വളരെ കുറച്ച് ആൾക്കാർ മാത്രം എടുക്കുന്ന കാരണം വളരെ ചാൻസ് കൂടുതലാണ്. പക്ഷെ നമുക്കൊരു ബേസിക് ആയിട്ട് ഐഡിയ പറഞ്ഞ ഡിസൈൻ്റെ കാര്യം പറഞ്ഞ പോലെ നമുക്കൊരു ഡിസൈൻ എടുത്ത് താല്പര്യം. ഇപ്പൊ എനിക്ക് ഒരിക്കലും ഒരു പടം വരയ്ക്കാൻ പോലും പറ്റാത്ത ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ പോയി ഡിസൈൻ എടുത്തു കഴിഞ്ഞാൽ ബൈ ബാഡ് ലക്ക് ഓർ ഗുഡ് ലക്ക് എനിക്ക് ഒരു അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ എനിക്ക് ഒരുപക്ഷെ ഞാൻ ഷൈൻ ചെയ്യുന്നു വരില്ല. അതുകൊണ്ട് നമുക്കൊരു ഐഡിയ വേണം. നമ്മൾ എന്താണ് ഒരു ചെറിയ ഐഡിയ, ഫുൾ ഐഡിയ ഒന്നും ഇപ്പൊ കിട്ടാൻ പറ്റില്ല. കാരണം ഇത് നിങ്ങളുടെ ഈ സമയത്ത് ഒരുപാട് ചേഞ്ച് വരും. നിങ്ങൾ 1 വർഷം കൊണ്ട് നിങ്ങളുടെ തിങ്കിങ്ങിലേക്ക് ഒരുപാട് വ്യത്യാസം വരും. അതുകൊണ്ട് ഇപ്പൊ കൂടുതലൊന്നും വിചാരിക്കരുത്. പക്ഷെ നമുക്കൊരു ഇപ്പൊ ഫുഡ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ എഞ്ചിനീയറിംഗ് ഒക്കെ പറഞ്ഞാൽ വളരെ ഡിഫറൻ്റ് ആയിട്ട് ഒരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ചാണ്. അപ്പൊ അതിലെനിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എടുക്കുക. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇപ്പൊ പല ആൾക്കാരും ഇവിടെ എല്ലാ വർഷവും വരുന്നൊരു ക്വസ്റ്റൻ ആണ്, ഇപ്പം സ്റ്റുഡൻറ്റിന് എഞ്ചിനീയറിംഗ് ഫിസിക്സ് ജോയിൻ ചെയ്യണം. പക്ഷേ ആണെങ്കിൽ പാരൻസ് ആണെങ്കിൽ പറയുന്നില്ല അത് എഞ്ചിനീയറിംഗ് അല്ല, അതുകൊണ്ട് എനിക്ക് മെക്കാനിക്കലോ ഇലക്ട്രിക്കലോ പോകണം. അപ്പോൾ ഭയങ്കര കോൺഫ്ലിക്റ്റ് ആണ് രണ്ടുപേരും തമ്മിൽ, പാരൻസും സ്റ്റുഡൻറ്റും തമ്മിൽ. അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ളത്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് കോർ എഞ്ചിനീയറിംഗ് കിട്ടാനുള്ള റാങ്ക് ഉണ്ടെങ്കിലും മിക്കവാറും അങ്ങനെ ആയിരിക്കും എഞ്ചിനീയറിംഗ് ഫിസിക്സ് കിട്ടാമെന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി കോർ എഞ്ചിനീയറിംഗ് തന്നെ എടുക്കണം. കാരണം എന്തൊക്കെ പറഞ്ഞാലും സയൻസ് ഈസ് സയൻസ്. അപ്പം കഴിയുന്നത് ഒരു എഞ്ചിനീയറിംഗ് എടുക്കാൻ പറ്റുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് തന്നെ എടുക്കണം. എന്നിട്ട് ഒരു അത്ര ഇൻട്രസ്റ്റ് ഫിസിക്സ് ഉണ്ടെങ്കിൽ നമ്മളൊരു മൈനറായിട്ട് എടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം, ഡിഗ്രി കഴിഞ്ഞിട്ട് തീരുമാനിക്കാമല്ലോ നമുക്ക് ഫിസിക്സിൽ പോകണോ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ പോകണോ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പോകണോ. അത് നമുക്ക് പിന്നെ തീരുമാനിക്കാം. പക്ഷെ ആദ്യമേ അങ്ങ് തീരുമാനിച്ച് ഇല്ല ഞാൻ ഫിസിക്സ് തന്നെ എടുക്കും എന്ന് പറയരുത്. കാരണം
ഫിസിക്സ് എടുക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ജെഇയുടെ ഫിസിക്സിന്റെ 2-3 കോഴ്സിന്റെ ഇത് വെച്ച് വിചാരിക്കരുത്. നിങ്ങൾ വിചാരിക്കണം എനിക്ക് ഫിസിക്സ് അത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ടോ, എനിക്ക് അത്രത്തോളം അത് ഷൈൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ, അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടോ, ഞാൻ എങ്ങനെ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു ഓൾറെഡി. അല്ല ജസ്റ്റ് ഞാൻ സ്കൂളിൽ എക്സാം എഴുതിയിട്ട് എനിക്ക് 100 out of 100 കിട്ടി ഫിസിക്സിന് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് എടുക്കരുത്. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ നമ്മൾ അത് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റി, അങ്ങനെ എക്സ്ട്രാ കോമ്പറ്റീഷൻസിലൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റി, ഇങ്ങനെ പല അപ്രീസിയേഷൻ കിട്ടി, അങ്ങനെയാണെങ്കിൽ എടുക്കുക. അതേ കാര്യം തന്നെ ഇവിടെയും പറയും ഞാൻ. ഇപ്പോൾ ഫുഡ് സയൻസ് ആണെങ്കിലും അല്ലെങ്കിൽ അഗ്രികൾച്ചർ, ചില ആൾക്കാർക്ക് അഗ്രികൾച്ചർ വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ഇപ്പം. പക്ഷെ അതിനൊരു ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ മാത്രമേ എടുക്കാവൂ, ജനറലായിട്ട് എടുക്കരുത്. ഓക്കെ സാർ, അത് മനസ്സിലായി. താങ്ക് യു. മറ്റൊരു ചോദ്യം ഇവിടെ വന്നിരിക്കുന്നത്, ഈ ബിടെക് എഞ്ചിനീയറിംഗ് ഫിസിക്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഫിസിക്സിൽ ഒരു സയന്റിസ്റ്റ് ആകാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഷുവർ. ഈ എഞ്ചിനീയറിംഗ് ഫിസിക്സിന്റെ ഒരു അഡ്വാൻറ്റേജ് ഇപ്പോൾ ഇതിന്റെ സക്സസ് കാരണമാണ് മിക്കവാറും എല്ലാ IITയിലും ഒരുപാട് NITസിലും തുടങ്ങിയിട്ടുണ്ട് ഈ പ്രോഗ്രാം. നിങ്ങൾ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സയൻസ് വേണമെങ്കിൽ പ്യുവർ ഫിസിക്സിലോട്ട് പോകാം, എഞ്ചിനീയറിംഗ് സൈഡിൽ വേണമെങ്കിൽ എഞ്ചിനീയറിംഗ് ആയിട്ട് പോകാം. മൈനർ എടുത്താലും ഇല്ലെങ്കിലും ഡെഫിനറ്റ്ലി ഇപ്പോൾ ഇത്തിരി ആൾക്കാർ മൈനർ എടുക്കാൻ പറ്റും നിങ്ങൾക്ക്. പിന്നെ നിങ്ങളുടെ ഒരു വാല്യൂ അഡീഷൻ വളരെ കൂടുതലാണ്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഫിസിക്സ് വളരെ എല്ലാവരും അറിയാവുന്ന ഒരു ബ്രാഞ്ച് ആയതുകൊണ്ട് നല്ലൊരു അറ്റൻഷൻ കിട്ടും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എടുക്കാം. നമ്മുടെ ഇപ്പം ഒരുപാട് സ്റ്റുഡൻസ് ഈ എഞ്ചിനീയറിംഗ് ഫിസിക്സ് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗിൽ പോയിട്ടുണ്ട്, മാത്സിൽ പോയിട്ടുണ്ട്, ഫിസിക്സിൽ പോയിട്ടുണ്ട്. സോ അതിനൊന്നും ഒരു ഇതില്ല, നമ്മൾ നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മതി. തീർച്ചയായിട്ടും എഞ്ചിനീയറിംഗ് ഫിസിക്സ് അങ്ങനെ വളരെ ബ്രോഡാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പൊ നിങ്ങൾക്കൊരു മെക്കാനിക്കൽ കിട്ടാവുന്ന റാങ്ക് ഉള്ളപ്പോഴാണ് നിങ്ങൾ എഞ്ചിനീയറിംഗ് ഫിസിക്സ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കഴിയുന്നതും മെക്കാനിക്കൽ എടുത്തിട്ട് എഞ്ചിനീയറിംഗ് ഫിസിക്സിൽ മൈനർ എടുക്കുക, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം ഇപ്പൊ നിങ്ങൾ പറയുന്ന എഞ്ചിനീയറിംഗ് ഫിസിക്സ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള താല്പര്യം ഒരു വർഷം കഴിഞ്ഞ് ചിലപ്പോൾ കാണണമെന്നില്ല, അന്നേരം നിങ്ങൾക്ക് മാറാൻ പറ്റില്ല. നേരെ മറിച്ച് ഇപ്പൊ നിങ്ങൾ മെക്കാനിക്കൽ എടുത്തിട്ട് നിങ്ങൾക്ക് അല്ല എനിക്ക് ഫിസിക്സ് ആണ് ഇഷ്ടം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫിസിക്സിലോട്ട് വരാം. എഞ്ചിനീയറിംഗിൽ നിന്ന് സയൻസിലോട്ട് വരാൻ എളുപ്പമാണ്, പക്ഷേ ഈ സയൻസിൽ നിന്ന് എഞ്ചിനീയറിംഗിലോട്ട് മാത്രം എളുപ്പമല്ല. അതുകൊണ്ട് നിങ്ങൾ വളരെ ആലോചിച്ചിട്ടേ ചെയ്യാവൂ. കോർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ പേടിക്കാണ്ടാതെ എടുക്കാവുന്ന ഒരു ചോയ്സ് ആണ്. അതായത് ഇപ്പോൾ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഈ നമ്മൾ സാധാരണ പറയുന്ന എല്ലാ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചും വളരെ സേഫ് ആയിട്ട് എടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ അത് ഫൈനലി നമ്മൾ സോഫ്റ്റ്വെയറിന് പോവുമോ, വേറെ എന്തെങ്കിലും ചെയ്യാൻ പോവോ, അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് അഡ്മിനിസ്ട്രേഷന് പോവുമോ, MBA എടുക്കാൻ പോവോ, അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ നമ്മുടെ കോർ എഞ്ചിനീയറിംഗ് എപ്പോഴും സർവൈവ് ചെയ്യും. അതെ, അപ്പൊ സാറിന്റെ അഡ്വൈസ് എന്ന് പറയുന്നത് കോർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് ആണ് ഏറ്റവും സേഫ് ആയിട്ട് എടുക്കേണ്ടത്. അതെ, വേണമെങ്കിൽ അല്ലെ കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മൈനർ ഡിഗ്രി ആയിട്ട് മൈനർ എടുക്കാം, നിങ്ങൾക്ക് മാസ്റ്റർ ഇതെടുക്കാം, ഓണേഴ്സ് എടുക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 2 മൈനർ എടുക്കുന്ന ആൾക്കാരുണ്ട് 2 എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്. ഇപ്പൊ നമ്മൾ ഒരാൾ മെക്കാനിക്കലിൽ നിന്ന് എടുക്കും, ഒരാൾ ഇലക്ട്രിക്കലിൽ നിന്ന് എടുക്കും, ഒരാൾ തന്നെ അങ്ങനെയൊക്കെ എടുക്കാം. നമ്മൾ എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യാൻ റെഡിയാണോ അത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ സാർ. മറ്റൊരു ചോദ്യം ഇവിടെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, സർ പ്രോഗ്രാമിംഗ് പഠിക്കാൻ എന്ത് കോഴ്സാണ് എടുക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. തുടർച്ചയായിട്ട് നിങ്ങൾ ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ഈ ചെയ്യുന്ന കോഴ്സിന്റെ കൂടെ ബിക്കോസ് ബേസിക് ട്രെയിനിങ് നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് കോഴ്സ്, ഫോർ എക്സാമ്പിൾ ഞാൻ ആ കോഴ്സ് കാണിച്ചില്ലേ ഫസ്റ്റ് സെമസ്റ്റർ സെക്കൻഡ് സെമസ്റ്റർ, അതിൽ ഒരു ബേസിക് പ്രോഗ്രാമിംഗ് കോഴ്സ് കമ്പ്യൂട്ടർ സയൻസ് കോഴ്സ് എന്തായാലും ഉണ്ടാവും. എവിടെ ഏത് എടുത്താലും ഒരു കോഴ്സ് ഉണ്ടാവും. നിങ്ങൾ ആദ്യം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ല് വെച്ച് ഡെഫിനറ്റ്ലി അത് ചെയ്യാം. അതിന് പ്രത്യേകിച്ച് ഒരു കോഴ്സൊന്നും ആവശ്യമില്ല. നിങ്ങളുടെ ഈ ചെയ്യുന്ന കോഴ്സ് നിങ്ങളുടെ കരിക്കുലത്തിലുള്ള നിങ്ങളുടെ സിലബസിലുള്ള കോഴ്സ് മാത്രം പഠിച്ചാൽ മതി. സെപ്പറേറ്റ് ആയിട്ടൊന്നും പഠിക്കേണ്ട. നിങ്ങൾ ഓൾറെഡി അത് നിങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്യും. സെപ്പറേറ്റ് കോഴ്സ് ഒന്നും ആവശ്യമില്ല. ഓക്കെ സാർ. പിന്നെ IISTയിലെ പ്രവേശനത്തെ കുറിച്ച് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. IISTയും JEE അഡ്വാൻസ് വഴി ഞാൻ എഴുതാൻ മറന്നു. JEE അഡ്വാൻസിന്റെ റാങ്ക് അല്പം കുറച്ചുകൂടെ കുറവുള്ള റാങ്കാണ് എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു 10,000 ഒക്കെ ആണെങ്കിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. 6,000 നമ്മൾ ഞാൻ IITക്ക് പറഞ്ഞത് എനിക്ക് തോന്നുന്നു അപ് ടു ഡൗൺ ടു 10,000 ഒക്കെ കിട്ടുമെന്നാണ് തോന്നുന്നത്. വെരി ഗുഡ് ഓപ്ഷൻ. നിങ്ങൾക്ക് നാട്ടിൽ നിൽക്കാം. പിന്നെ ജോബ് ഓൾമോസ്റ്റ് ഗ്യാരണ്ടീഡ് ആണ്. പിന്നെ അത് ഹാർഡ് കോർ എഞ്ചിനീയറിംഗ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇപ്പൊ മെക്കാനിക്കൽ, റോബോട്ടിക്സ് അല്ലെങ്കിൽ എയ്റോനോട്ടിക്കൽ അങ്ങനെയുള്ള അവരുടേതായ ബ്രാഞ്ചസ് മാത്രമേ ഉള്ളൂ. എല്ലാ ബ്രാഞ്ചും ഇല്ലല്ലോ അതിനകത്ത്. നല്ലൊരു ഓപ്ഷനാണ്. ഓൾമോസ്റ്റ് ജോബ് ഗ്യാരണ്ടീഡ് ആണ്. നമുക്ക് പഠിക്കാൻ പോകണമെങ്കിൽ ഡെഫിനറ്റ്ലി അത് കഴിഞ്ഞ് പോവാം. പക്ഷേ നിങ്ങൾക്ക് ജോലി നിൽക്കണമെങ്കിൽ പോവാം. വളരെ നല്ലൊരു ഓപ്ഷനാണത്. വളരെ നല്ല ഓപ്ഷൻ. ഓക്കെ സാർ. മറ്റൊരു ചോദ്യം വന്നിരിക്കുന്നത്, ഞാൻ പറയാം, അത് ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയാം ഡെഫിനറ്റ്ലി അത് ബെറ്റർ ദാൻ ഐസർ എന്ന് ഞാൻ പറയുള്ളൂ. സാർ മറ്റൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്, IIT കഴിഞ്ഞാൽ പിന്നെ ഈ അടുത്ത
ഒരു ടയറിലേക്ക് വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബിറ്റ്സ് പിലാനിയൊക്കെ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണെന്നാണ്? നല്ലതാണ്. ബിറ്റ്സിൽ കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഡെഫിനറ്റ്ലി നിങ്ങൾ IIT കിട്ടില്ലെങ്കിൽ നിങ്ങൾ നാച്ചുറൽ ആയിട്ട് നോക്കേണ്ടത് NITs തന്നെ. നല്ല NITs ഒരുപാട് നമ്മുടെ പല NITs നല്ലതാണ്. ഇപ്പൊ നമുക്ക് ഓരോ സ്റ്റേറ്റ് എടുത്താലും നമുക്കിപ്പോൾ എല്ലാ സ്റ്റേറ്റിലും IIT ഉണ്ടെന്ന് പറഞ്ഞ പോലെ എല്ലാ സ്റ്റേറ്റിലും ഒരുവിധം നല്ല NIT ഉണ്ട്. ഡെഫിനറ്റ്ലി NITസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അത് ഡെഫിനറ്റ്ലി നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഇപ്പം അല്ലാതെ ഒരുപാട് ഇപ്പോൾ പുതിയ ഉണ്ട്. ഇപ്പൊ ബിറ്റ്സിന് നല്ല പേരാണ്, കാരണം ബിറ്റ്സിന്റെ അഡ്മിഷനും വളരെ ടഫാണ്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി നല്ല പേരാണ്. ഇപ്പം ഒരുപാട് ഇങ്ങനെ ഇല്ലേ, ഇപ്പം VIT എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇതുണ്ട്, മണിപ്പാൽ, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. അവിടെയൊക്കെ ഫാക്കൽറ്റിയൊക്കെ നല്ല ഫാക്കൽറ്റിയൊക്കെ തന്നെയാണ് ഡെഫിനറ്റ്ലി. പിന്നെ ചിലത് പഴയ യൂണിവേഴ്സിറ്റിയാണ്, ചിലത് പുതിയ യൂണിവേഴ്സിറ്റി. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. കാരണം ഇപ്പൊ ഡൽഹി ബേസ്ഡ് ഒക്കെ ഒരുപാട് പുതിയ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. കാരണം വളരെ വളരെ പിന്നെ കാശ് മുടക്കിയിട്ട് വളരെ നല്ല യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷെ ബിറ്റ്സിന് ആ ഒരു ഇത്രയും വർഷത്തെ ഒരു ഉള്ളത് കാരണം പിന്നെ അവരുടെ ഈ IIT എന്ന് പറഞ്ഞ മാതിരി നല്ല ഒരു ഇമേജ് ഉണ്ട് അവർക്ക്. ഡെഫിനറ്റ്ലി അത് വളരെ വളരെ കൂടുതലാണ്. അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം കുറച്ചൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലേബൽ കുറച്ച് നമ്മുടെ ഡിഗ്രി, നമ്മുടെ പെർഫോമൻസ് ഒക്കെ ഒരു ലെവൽ, പിന്നെ ഒരു കുറച്ച് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എടുത്തുന്നുള്ളൂ, അതും കുറച്ച് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ബിറ്റ്സ് ഡെഫിനറ്റ്ലി നല്ലൊരു ഓപ്ഷനാണ്. സർ, മറ്റൊരു ചോദ്യം, ഈ IIT മദ്രാസ് നടത്തുന്ന ഡേറ്റ സയൻസ് ആൻഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പ്രോഗ്രാം കഴിഞ്ഞ വർഷം വന്നിരുന്നു. ആ ഒരു പ്രോഗ്രാം കുട്ടികൾക്ക് അതൊക്കെ നിങ്ങൾക്ക് സൈഡായിട്ട് എടുക്കാം, അല്ലാതെ ഒരു മെയിനായിട്ട് എടുക്കരുത്. നിങ്ങൾ ചെയ്യുന്ന കൂടെ എടുക്കാം. അതാണല്ലോ ഒരു ഓൺലൈനായിട്ട് വെച്ചിരിക്കുന്നത് തന്നെ. അതൊക്കെ ഒരു ഇപ്പൊ ഞാൻ പറയുന്ന ഒരു ഹോബി ആയിട്ട് എടുക്കാവും. ഇപ്പൊ ഒരു ഹോബി ആയിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് എടുക്കുക. കാരണം ഒരു ടൈം കുറച്ച് സ്പെൻഡ് ചെയ്തിട്ട്, എക്സ്ട്രാ ടൈം സ്പെൻഡ്, നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡിഗ്രിയെ ടച്ച് ചെയ്യാതെ നിങ്ങൾ ചെയ്യണം, എന്നാലേ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ അത് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അതിലോട്ട് പോകാമല്ലോ. അത് അവരുടെ തന്നെ ഹയർ ലെവൽ ഉണ്ട്. നല്ല കോഴ്സാണ്, അത് വളരെ നല്ല കോഴ്സാണ്. പക്ഷെ അത് അവർ തന്നെ പറയുന്നത് നിങ്ങളുടെ ബേസിക് തിങ്ങിനെ നിങ്ങൾ എടുക്കുക, എന്നിട്ട് അതിന്റെ കൂടെ പാരലായിട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് +2 ശേഷം വേറെ ഏതെങ്കിലും ഒരു ഡിഗ്രി എടുക്കുക. ഡിഗ്രിയുടെ എവിടെ എടുത്താലും, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു BSc ഡിഗ്രി ആണെങ്കിലും തന്നെ അതിന്റെ കൂടെ എടുക്കുക, അല്ലാതെ ഇത് മാത്രം ചെയ്യരുത്. അതെ. മറ്റൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്, സർ, ഹൗ മച്ച് പെർസെൻറ്റേജ് ഈസ് നീഡഡ് ഇൻ +2 ഫോർ റൈറ്റിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ആ ഒരു കണ്ടീഷൻ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പൊ പ്യുവർലി അത് ഫസ്റ്റ് ക്ലാസ് മാത്രമേ ഉള്ളെന്ന് എന്റെ ഓർമ്മ. ഇപ്പം 70% എന്നുള്ള ഒരു റെസ്ട്രിക്ഷൻ ഞാൻ ഇപ്പൊ ഓർക്കുന്നില്ല. എനിക്ക് അവരുടെ ബ്രോഷറിൽ നോക്കി അറിയാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇപ്പൊ അത് ഇല്ലെന്ന് തോന്നുന്നു. ഇടയ്ക്ക് അങ്ങനെ ഉണ്ടായിരുന്നു, മാർക്കിന്റെ വെയിറ്റേജ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇല്ല, മേ ബി 70. ഞാൻ ഇപ്പൊ ഓർക്കുന്നില്ല, എനിക്ക് ചെക്ക് ചെയ്യണം കേട്ടോ. പക്ഷെ മാർക്കിന് ഒരു വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല ഇപ്പൊ. ഡെഫിനറ്റ്ലി റാങ്ക് നിശ്ചയിക്കുന്നതിൽ മാർക്കിന് ഒരു വ്യത്യാസമില്ല. എനിക്കൊന്ന് എഴുതുന്നതിലും പണ്ട് കുറച്ചുകൂടെ ഇതുണ്ടായിരുന്നു. ഇപ്പൊ അത് കുറച്ചൊന്ന് ഇതാക്കിയെന്ന് എനിക്ക് തോന്നുന്നു. എസ്പെഷ്യലി കോവിഡ് വന്ന് പിന്നെ ഈവൻ അതിന്റെ ഇമ്പോർട്ടൻസ് വളരെ കുറച്ചെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ സ്കൂൾ എഡ്യൂക്കേഷൻ നേരെ നടക്കാത്ത കാരണം എനിക്ക് തോന്നുന്നു ആ കണ്ടീഷനൊക്കെ റിമൂവ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നത്. ഇപ്പം ഫസ്റ്റ് ക്ലാസ് ഒരു പക്ഷേ ഫസ്റ്റ് ക്ലാസ് മാത്രം മതി എന്നാണ് എന്റെ ഓർമ്മ. ഞാൻ ചെക്ക് ചെയ്യണം എനിക്ക്. ഓക്കെ സാർ. മറ്റൊന്ന് കാര്യം ഇവിടെ ചോദിച്ചിരിക്കുന്നത്, മറ്റൊന്ന് ക്യാമ്പസ് പ്ലേസ്മെന്റ്, IITകളിലെ ക്യാമ്പസ് പ്ലേസ്മെന്റിനെ കുറിച്ചാണ് മറ്റൊരു ചോദ്യം വന്നിരിക്കുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം ഇപ്പൊ പിന്നെ ഈ ന്യൂസ് പേപ്പേഴ്സ് അങ്ങ് വളരെ കൂടുതൽ എഴുതും, ഇങ്ങനെ ക്രോഡ്സ് ഓഫ് റുപ്പീസ് സാലറി കൊടുക്കുന്നത്. അതൊക്കെ കുറച്ചൊക്കെ ഈ എക്സാജറേറ്റ് ചെയ്ത് എഴുതുന്നതാണ്. പക്ഷെ ഡെഫിനറ്റ്ലി മിക്കവാറും ഇപ്പൊ എല്ലാ IITs മാത്രമല്ല, മിക്കവാറും എല്ലാ NITസിലും ഇങ്ങനെയുള്ള നമുക്ക് അറിയാവുന്ന മിക്കവാറും എല്ലാ നല്ല എഞ്ചിനീയറിംഗ് കോളേജുകളിലും, പ്രൈവറ്റ് ആണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും, മിക്കവാറും എല്ലാ സ്ഥലത്തും ഇപ്പൊ നമ്മുടെ ഈ ഒരു നടക്കുന്നത് വെച്ചാൽ ഒരുപാട് പുതിയ ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ പുതിയ കമ്പനീസ് വരുന്ന കാരണം അവരും നന്നായിട്ട് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. പിന്നെ ഒരു കാരണം അവർ ഇപ്പൊ പലയിടത്തും അവർ ഈ ഹയർ ലെവലിൽ അപ്പോയിന്റ് ചെയ്യുന്നതിന് പകരം ലോവർ ലെവലിൽ അപ്പോയിന്റ് ചെയ്യുന്നത്. കാരണം അപ്പം അവർക്ക് ഒരുപാട് പെർക്സും അങ്ങനെയുള്ള സാലറി കുറച്ച് കൊടുത്താൽ മതിയല്ലോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ നമ്പർ ഓഫ് പ്ലേസ്മെന്റ്സ് വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പ്ലേസ്മെന്റ് ഒരു വലിയ പ്രശ്നമായിട്ട് ആരും വിചാരിക്കുന്നില്ല ഇപ്പം. അതിപ്പം നമ്മൾ IITസിൽ ഡെഫിനറ്റ്ലി ഇല്ല. ഈവൻ IIT മാത്രമല്ല, പല സ്ഥലത്തും പ്ലേസ്മെന്റ്, ഈവൻ പല ഒരുവിധം അറിയപ്പെടുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നമുക്കിപ്പോൾ അറിയാവുന്ന ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടല്ലോ. ഇപ്പൊ സ്റ്റേറ്റ് ലെവലിൽ തന്നെ എല്ലാ സ്റ്റേറ്റിലും നല്ല എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. അവിടെയൊക്കെ നല്ല പ്ലേസ്മെന്റ് ആണ്. അതൊന്നും ഒരു വലിയ കാര്യമായിട്ട് ആരും പറയുന്നില്ല. ഇപ്പൊ കോവിഡ് ഉണ്ടെങ്കിലും കോവിഡ് ഇല്ലെങ്കിലും അതൊരു വലിയ പ്രശ്നമായിട്ട് ആരും പറയുന്നില്ല. അതിനെക്കുറിച്ച് തീരെ അങ്ങ് വിചാരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ മനസ്സിലായി സർ. മറ്റൊന്ന്, ഈ ഇന്റേൺഷിപ്പിനെ കുറിച്ചിട്ടാണ് കുട്ടികൾ ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ പല കുട്ടികൾക്കും ജോലി കിട്ടാനായിട്ട് സാധ്യതയില്ല, അവർക്കൊരു ഇന്റേൺഷിപ്പ് കിട്ടാറില്ല. അപ്പോൾ അതിന് IIT അല്ലാതെ
അങ്ങനെ അല്ല, കാരണം അത് നമ്മളൊരു നമ്മൾ എത്രത്തോളം ഇൻവോൾവ് ചെയ്തു എന്നുള്ളത് അനുസരിക്കുക. ഇപ്പൊ ഇന്റേൺഷിപ്പ് നമ്മൾ ഈ ചെയ്യുന്നതിന്റെ സമയത്താണല്ലോ ഇന്റേൺഷിപ്പ് നോക്കുന്നത്. കഴിയുന്നതും ഇപ്പം അതിപ്പോ കോവിഡ് വന്ന കാരണം പലയിടത്തും ഫിസിക്കലായിട്ട് ഇന്റേൺഷിപ്പ് നടക്കുന്നില്ല, അങ്ങനെ ഒരു പ്രോബ്ലം. ഈ ലാബ് നടക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളതല്ലാതെ ഇപ്പൊ മെക്കാനിക്കലിന് അങ്ങനെ ഇല്ല എന്ന് പറയുന്നത്. മെക്കാനിക്കലൊക്കെ വളരെ കോറായിട്ട് ഒരുപാട് ഇപ്പൊ ഇൻഡസ്ട്രീസ് തന്നെ ഒരു ഇതൊക്കെ നമ്മൾ ഈ കോവിഡ് ഇല്ലെങ്കിൽ ഞാൻ പറയുക, ഇപ്പൊ പല ഇൻഡസ്ട്രിയിലും നമുക്ക് പോയി ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അതൊരു അത്ര ടഫായ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഇപ്പോൾ നമ്മുടെ ഒരു പെർഫോമൻസ് ഒക്കെ നല്ലതാണ്, നമ്മുടെ CV ഒരു വിധം നന്നായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കിട്ടും. കാരണം ഇപ്പൊ ഈ റോബോട്ടിക്സും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്ന കാരണം മെക്കാനിക്കൽ എസ്പെഷ്യലി വളരെ ചാൻസ് ഉള്ളതാണ് എൻ്റെ ഇത്. ഞാൻ അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് ഇതുവരെ കേട്ടിട്ടില്ല ഞാൻ. കേരളത്തിൽ അതൊരു വിഷയമായിട്ട് കുട്ടികൾ പറയാറുണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് കൂടുതൽ അവസരങ്ങൾ കിട്ടുന്നില്ല, ഒരു കുറവ് കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം. കേരളത്തിലെ ഇങ്ങനെ ഇൻഡസ്ട്രീസ് അത്ര ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ. പക്ഷെ അവർ അങ്ങനെ ചെയ്യുമ്പോൾ വെച്ചാൽ കഴിയുന്നത് ഈ ബിടെക്കിന്റെ സമയത്ത് ഇപ്പൊ കോവിഡ് കഴിയുകയാണെങ്കിൽ പുറത്തൊക്കെ ഒന്ന് പോയി ഒരു സെമസ്റ്ററിൽ കുറച്ചൊരു ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യാൻ നോക്കണം, ഈ കോഴ്സിന്റെ സമയത്ത് തന്നെ ലാസ്റ്റ് സെമസ്റ്ററിലോ. അപ്പൊ കുറച്ചും കൂടി ഒരു എക്സ്പോഷർ കിട്ടും. അത് നോക്കുക. ചിലയിടത്തൊക്കെ ഈ അക്കോമഡേഷന്റെ പ്രോബ്ലം കാരണം ചിലർ എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ വല്ല റിലേറ്റീവ്സ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഒരു 3-4 മാസം അല്ലെങ്കിൽ സമ്മറിലെങ്കിലും സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും. കാരണം ഒരു പുതിയൊരു ഔട്ട്ലുക്കും കിട്ടും, അപ്പോൾ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ മനസ്സിലാവും, പിന്നെ കുറച്ചുകൂടി ഒരു എക്സ്പോഷർ വരുമല്ലോ അത്. ഓക്കെ സാർ, മറ്റൊരു ചോദ്യം ഇവിടെ വന്നിരിക്കുന്നത് ആർക്കിടെക്ചർ, IIT-കളിലെ ആർക്കിടെക്ചർ പഠനത്തെ കുറിച്ചിട്ടാണ്. അത് ഞാൻ പറയാൻ മറന്നുപോയി. പിന്നെ അത് ഒരു എക്സ്ട്രാ എക്സാമിനേഷൻ കൂടെ ഉണ്ട്. JEE അഡ്വാൻസ് പാസ്സായ മാത്രം പോലെ ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് AAT എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അത് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ഇതാണ്, ഈ ഡിസൈനിന്റെ കാര്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് അതിനുള്ള ഒരു സ്കിൽ ഉണ്ടോ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഒരു 1 hour ടെസ്റ്റ് ആണ്. ആ ടെസ്റ്റിലൂടെ പാസ്സായാൽ മാത്രമേ ഇപ്പോൾ JEE അഡ്വാൻസും പാസ്സാവണം, ഇതും പാസ്സാവണം. പല ആൾക്കാരും എന്താ ചെയ്യുന്നത്, സിവിൽ റിലേറ്റഡ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് ആർക്കിടെക്ചർ എടുക്കുന്നത്. അഗെയിൻ നല്ലൊരു ഇതാണ്, നിങ്ങൾക്ക് അതിനുള്ളൊരു സ്കില്ലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എത്തിച്ചേരാം. കാരണം ഇപ്പൊ പല ബിൽഡിങ്ങും പല ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡിസൈൻ ചെയ്യുന്നവരല്ലേ. അപ്പൊ അതുകൊണ്ട് പക്ഷെ നിങ്ങളുടെ സ്കില്ല് വേണം, അങ്ങനെയുള്ള ഒരു ഐഡിയ വേണം, നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു താല്പര്യം ഉള്ളതാണെങ്കിൽ ആൾക്കാർ പറഞ്ഞ പോലെ സ്കൈ ഈസ് എ ലിമിറ്റ്, നിങ്ങൾക്ക് എവിടെ വേണം പോകും. നിങ്ങൾ അത്രത്തോളം ഡിമാൻഡിങ് ആയിട്ടൊരു ആർക്കിടെക്റ്റ് ആയിട്ട് വരാൻ പറ്റും. ആർക്കിടെക്റ്റ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇന്നത്തെ കാലത്ത്. അതുകൊണ്ട് പിന്നെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പോകാൻ പറ്റും. അതുകൊണ്ട് നല്ലൊരു ബ്രാഞ്ചാണ്, നമുക്ക് അതിന്റെ സ്കിൽ വേണം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നോർമൽ സിവിൽ എഞ്ചിനീയർ ആയിരിക്കുക ഡെഫിനറ്റ്ലി. അതെ, അപ്പം നമ്മൾ ആർക്കിടെക്ചർ വേണ്ട കുട്ടികൾ ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുമ്പോൾ വേറൊരു പേപ്പർ എഴുതണം അല്ലേ? ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് AAT എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അത് JEE അഡ്വാൻസിന്റെ റിസൾട്ട്, JEE മെയിൻ്റെ എനിക്ക് അതിനെപ്പറ്റി ഓർമ്മയില്ല, NIT-യുടെ എങ്ങനെയാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. IIT-യുടെ കാര്യമാണെങ്കിൽ JEE അഡ്വാൻസിന്റെ റിസൾട്ട് വന്നതിന് ശേഷം റാങ്കിനകത്തുള്ളവർക്ക് ഒരു എക്സാം കൂടെ കൊടുക്കും. ഇപ്പൊ ആ എക്സാം കൂടെ ആർക്കിടെക്ചർ എക്സാം കൂടെ പാസ്സായാലേ ആർക്കിടെക്ചർ കോഴ്സ് കിട്ടുള്ളൂ. അതെ, ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അതെ. ഓക്കെ സാർ. പിന്നെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ പ്രോഗ്രാമിംഗ് പഠിക്കാൻ ഏത് കോഴ്സ് എടുക്കണമെന്ന് പറയുന്ന, ഏത് ബ്രാഞ്ച് എടുക്കണമെന്നാണെന്ന്. ഇല്ല, അതാ പറഞ്ഞത്. പ്രോഗ്രാമിംഗ് ഒക്കെ നിങ്ങൾ ചെയ്യുന്ന ഏത് ബ്രാഞ്ച് എടുത്താലും അതിൻ്റെതായ പാർട്ടായിട്ട് വരും. അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു എഫർട്ട് ആവശ്യമില്ല. നിങ്ങളത് നിങ്ങളുടെ കോഴ്സ് എടുക്കുന്നത് അങ്ങ് പഠിച്ചാൽ മതി. പ്രോഗ്രാമിംഗ് ഒക്കെ അതിന്റെ പാർട്ടായിട്ട് തന്നെ വരും. അതിന് സെപ്പറേറ്റ് ഒരു എഫർട്ട് ആവശ്യമില്ല. ഓക്കെ സാർ. ഐസറിലെ BS ഡിഗ്രിയും അതുപോലെ തന്നെ IIT-കൾ തരുന്ന BS ഡിഗ്രിയും തമ്മിൽ എന്താണ് വ്യത്യാസം? നല്ല ക്വസ്റ്റ്യൻ ആണ്, പലരും ചോദിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ വ്യത്യാസം സബ്ജക്റ്റിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം ഇപ്പം ടോപ്പിക്സ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും, സിലബസ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഐസർ എന്ന് പറഞ്ഞാൽ പുതിയതായെന്ന് ഞാൻ പറയുന്നില്ല, അവരുടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഇപ്പൊ IIT ബോംബെയിൽ നിങ്ങളൊരു ഹോസ്റ്റലിൽ താമസിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്നത് സംതിങ് ലൈക്ക് 12,000 സ്റ്റുഡൻസ് ആയിരിക്കും. ഐസർ അങ്ങനെ നോക്കുമ്പോൾ വളരെ ചെറിയതാണ്. അപ്പം നിങ്ങളൊരു മറ്റുള്ള കാര്യങ്ങൾ, ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അങ്ങനെയുള്ള ഇന്ററാക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ IIT-യിൽ നിങ്ങൾക്ക് ഒരുപാട് വേറെ പല ആസ്പെക്ട്സ്, ലൈഫിന്റെ പല ആസ്പെക്ട്സും നിങ്ങൾക്ക് കുറച്ച് ഡെവലപ്മെന്റ് വരാം. ഒരു ഓവറോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് വളരെ കൂടുതലായിരിക്കും. ഐസറിലാണെങ്കിൽ നിങ്ങൾ ഓൾമോസ്റ്റ് നിങ്ങൾ സബ്ജക്ട് മാത്രം പഠിച്ച് നിങ്ങൾ അതിൽ രീതിയിൽ അങ്ങനെ കംപ്ലീറ്റ്ലി ആ രീതിയിൽ പോകുന്ന ആൾക്കാർ. ഇപ്പൊ ചില ആൾക്കാർക്ക് ഇതായിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് ഇതായിരിക്കും ഇഷ്ടം. അപ്പൊ അതിന് രണ്ടിനും കുറ്റം പറയാൻ പറ്റില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതിൻ്റെതായ കുറെ അഡ്വാൻറ്റേജ് ഉണ്ട്, ഡെഫിനറ്റ്ലി അതിന്റെ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം നമ്മളിപ്പോൾ ചില ആൾക്കാർ നമ്മൾ പഠിക്കാതെ പരീക്ഷയുടെ തലേദിവസം മാത്രം പഠിച്ചെഴുതി സ്മാർട്ടായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ നമ്മൾ അത് കണ്ട് നമ്മൾ അങ്ങനെ വിചാരിച്ച് നമ്മൾ അതിനുള്ളൊരു കഴിവില്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ട് വരും.
നേരെ മറിച്ച് മറ്റിടത്ത് നമ്മളാണെങ്കിൽ നമ്മൾ മോസ്റ്റ്ലി ഞാൻ പറയുന്നത് കമ്പാരിറ്റീവ്ലി പറയുമ്പോൾ അവിടെ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ഓൺ സ്റ്റഡീസ് കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഈ നമ്മൾ ഉഴപ്പാനെന്ന് പറയുന്ന ചാൻസ് കുറച്ച് ഒരുപക്ഷെ കുറവായിരിക്കും. പിന്നെ പറയാം മലയാളികളുടെ പോപ്പുലേഷൻ പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട്, മിക്കവാറും ഐസറിൽ മലയാളിയുടെ പോപ്പുലേഷൻ വളരെ കൂടുതലാണെന്ന് പറയാറുണ്ട്. എനിക്ക് കാരണം എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. മിക്കവാറും എല്ലാ ഐസർ ഇപ്പൊ എവിടെ എടുത്താലും നോർത്തിലാണെങ്കിൽ എവിടെ എടുത്താലും നമ്പർ ഓഫ് കേരളത്തിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ വളരെ കൂടുതലാന്ന് പറയുന്നു. അതുകൊണ്ട് സബ്ജക്ട് വൈസ് നോ ഡിഫറൻസ്, ഫ്യൂച്ചർ വൈസും വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷെ നിങ്ങളൊരു ഓവറാൾ ഒരു ബ്രോഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് താല്പര്യം ഉണ്ടെങ്കിൽ IIT സ്ലൈറ്റ്ലി ബെറ്റർ എന്നേ ഞാൻ പറയുള്ളൂ. ഓക്കെ സാർ. പിന്നെ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം, ഈ ക്യാമ്പസ് പ്ലേസ്മെന്റിന് ഏത് ബ്രാഞ്ചിനാണ് കൂടുതൽ? അത് ഡെഫിനറ്റ്ലി അത് ഇപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും പറയുന്ന ഒരു കാര്യം, കമ്പ്യൂട്ടർ സയൻസിന് ഓരോ അപ്പർ എഡ്ജ് ഉണ്ടെന്ന് പറയും. അത് എല്ലാവരും പറയും. അതിപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ബാക്കി എല്ലാത്തിനും ഈ ഞാൻ പറഞ്ഞില്ലേ കോർ ബ്രാഞ്ച് ഒക്കെ ആണെങ്കിൽ ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല. കമ്പ്യൂട്ടർ സയൻസിന് ഒരു ഡിഫറൻറ്റ് ലെവലല്ലേ അത് എവിടെയാണെങ്കിലും. അത് ഒഴിച്ചു നിർത്തിയാൽ കഴിഞ്ഞാൽ പിന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ കോർ ബ്രാഞ്ചസ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസിന് ഒരു പ്രശ്നമില്ല. ഓക്കെ സാർ. IISc ബാംഗ്ലൂരിൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ് ഉണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അവർക്ക് അവരിപ്പോൾ BS തുടങ്ങിയിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് ആയിട്ട് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്ന്. പക്ഷെ അവർക്ക് ഇതുണ്ട്, ഈ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് ഉണ്ട്. അഗൈൻ അതിൻ്റെ ഇതാണ് അവരുടെ ഇത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് കുറവായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞ IIT മാതിരി ഒരു വലിയ സെറ്റപ്പ് അല്ലല്ലോ അവരുടെ. അവർ മോർ റിസർച്ച്, മോർ ഫണ്ടമെന്റൽ റിസർച്ച് അങ്ങനെയുള്ളതാണ്. അപ്പോൾ ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ഒരു ചെറിയ ഇത് വരും. പക്ഷെ അവരുടെ ഫെസിലിറ്റി ഒക്കെ വളരെ ടോപ്പാണ്. പിന്നെ മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു അവരുടെ UG PG പ്രോഗ്രാം കമ്പൈൻഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ പ്യുവർ എഞ്ചിനീയറിംഗ് ബാച്ചുലർ പ്രോഗ്രാം അവർക്കില്ലെന്ന് എൻ്റെ ഓർമ്മ. BS ഉണ്ട്, അല്ലാതെ ഈ എഞ്ചിനീയറിംഗ് ആസ്പെക്റ്റിൽ എനിക്ക് തോന്നുന്നു IIT ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ സാർ. ഒരു ചോദ്യം കൂടിയുണ്ട്. അത് ഈ ജി പരീക്ഷ ഇംഗ്ലീഷിലല്ലാതെ റീജിയണൽ ലാംഗ്വേജിൽ എഴുതാൻ സാധിക്കുമോ എന്നുള്ളത്? ഓക്കെ, ഇപ്പം അത് ഇനി വരുമോന്ന് അറിയാൻ പാടില്ല. ഇപ്പോഴ് ഹിന്ദിയും ഇംഗ്ലീഷും മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഓൺലൈൻ അല്ലേ, ഇംഗ്ലീഷിലും കാണാൻ പറ്റും ഹിന്ദിയിലും കാണാൻ പറ്റും. പിന്നെ നമ്മൾ എൻട്രി അല്ലേ, ബബിൾ അല്ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻട്രി ചെയ്യുന്നതല്ലേ, അതിൽ വലിയ വ്യത്യാസമില്ല. പക്ഷെ ഇപ്പോൾ 2 ലാംഗ്വേജേ ഉള്ളൂ. പക്ഷെ പറയാൻ പറ്റില്ല, അടുത്ത വർഷം അവർ ഇപ്പോൾ 2022 വരാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ ഈ നീറ്റിന്റെ ഒക്കെ പ്രശ്നമുള്ളത് കാരണം പറയുകയാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. കാരണം അത് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാൻ എളുപ്പമല്ല. പുതിയ പല ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രോബ്ലം വരാം. അപ്പോൾ അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. വരുമോന്ന് അറിയില്ല, വരാൻ ചാൻസ് കുറവാണ്. ഓക്കെ സാർ. പിന്നെ ഡിഫൻസ് മേഖലയിൽ ഓപ്പർച്യൂണിറ്റീസ്, എഞ്ചിനീയറിംഗ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. വളരെ കൂടുതൽ അതാ ഞാൻ പറഞ്ഞ നേരത്തെ അല്ലേ, ഇപ്പം നമ്മൾ ഈ മേക്ക് ഇൻ ഇന്ത്യ ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് പുഷ് ചെയ്യുന്ന കാരണം ഈ ഇമ്പോർട്ടൊക്കെ ഈവൻ വളരെ ഹൈ എൻഡ് വെപ്പണറി ഒക്കെ തന്നെ അവർ പലതും ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കണമെന്ന് ഓൾമോസ്റ്റ് ഇമ്പോർട്ട് ബാൻ മാതിരി പറയുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പേപ്പർ വായിച്ചായിരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസ് ഇവിടെ ഈ ഡിഫൻസ് ബേസ്ഡ് പ്രൈവറ്റ് സെക്ടർ ഇൻഡസ്ട്രീസ് വളരെ കൂടുതലാണ് വരാൻ. അങ്ങനെയുള്ളപ്പം ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ കോർ എഞ്ചിനീയറിംഗിൽ ഏതായാലും ഇപ്പോൾ മെക്കാനിക്കൽ ആയാലും ഇലക്ട്രിക്കൽ ആയാലും ചാൻസ് വളരെ കൂടുതലാണ്. കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് സമയം 8:30 ആവാനായിട്ടുണ്ട്. നോ പ്രോബ്ലം, എനിക്ക് പ്രോബ്ലം ഇല്ല കേട്ടോ. നിങ്ങൾ എനിക്കൊരു പ്രോബ്ലം ഇല്ല. നിങ്ങൾ എത്രത്തോളം ഞാൻ പറയാം. എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിനെ കുറിച്ചും കുട്ടികൾ ചോദിക്കുന്നുണ്ട്. നല്ലതാ. അഗൈൻ നമുക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ്. എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ്, എനർജി സയൻസസ് എഞ്ചിനീയറിംഗ് നമ്മുടെ IIT ബോംബെയിലുണ്ട്. എനർജി സയൻസസ് ആൻഡ് എഞ്ചിനീയറിംഗ്, അത് സയൻസ് എഞ്ചിനീയറിംഗ് വലിയ ഡിഫറൻസ് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. അതിന്റെ ഇതാണ് കമ്പൈൻഡ് ആണ്. നല്ല പ്രോഗ്രാം, എനർജി അല്ലേ, ഒത്തിരി സോളാറൊക്കെ ഒത്തിരി പുഷ് നടക്കുന്നു. ഫോട്ടോ വോൾട്ടായിക്സ് ഒക്കെ വളരെ നടക്കുന്ന കാരണം നല്ല ചാൻസ് ഉണ്ട്. എൻവയറമെന്റ് നല്ല ഇതാണ്. അത് ഇവിടെ IIT ബോംബെയിൽ ഇപ്പോൾ ഒരു ഡ്യുവൽ ഡിഗ്രി തുടങ്ങിയിട്ടുണ്ട്. 5 ഇയറിൽ BTech MTech കിട്ടും. നല്ല പ്രോഗ്രാമാണ്. അതൊക്കെ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഇതൊക്കെ വളരെ കുറച്ച് ആൾക്കാരെ വരുന്നുള്ളൂ. അതിന്റെ കോമ്പറ്റീഷൻ കുറവായിരിക്കും. അപ്പം നിങ്ങൾ നന്നായിട്ട് ഷൈൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ ഗോ ടു എനി ലെവൽ. ഓക്കെ സാർ, ചോദ്യങ്ങൾ അങ്ങനെ വന്നുകൊണ്ട് തന്നെ ഇരിക്കുക. നിങ്ങൾ നിർത്തണമെന്നാ നിർത്തിയാൽ മതി, എന്നെ വിചാരിക്കണ്ട. ഡോണ്ട് വറി. നമ്മളൊരു 7 മണിക്ക് തുടങ്ങിയതാണ്. 8:30 വരെയുള്ള സമയം, ഏകദേശം ഒരു 1.5 മണിക്കൂറോളം സമയം ഇതിനു വേണ്ടി സാറ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്താലോ സാർ? നിങ്ങളുടെ ഡിസിഷൻ, നോ പ്രോബ്ലം. ആയിക്കോട്ടെ സാറേ. എന്തായാലും വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ എന്നൊരു ഇന്ററാക്റ്റീവ് സെഷൻ വളരെ ഇഫക്റ്റീവ് ആയിട്ട് തന്നെ നടന്നു തവണ.
കുട്ടികള് ഒത്തിരിയേറെ ചോദ്യങ്ങൾ ഇങ്ങനെ ആയിരക്കണക്കിന് ചോദ്യങ്ങളാണ് വന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. ചില അതിന് വീണ്ടും ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി 2 തവണയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴും വിദ്യാർത്ഥികൾ പറയാനുള്ളത് എപ്പോഴും നമ്മൾ റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ്, നമ്മുടെ പാഷന് വേണ്ടി മുന്നോട്ട് പോകുക എന്നുള്ളത്. എന്തായാലും സാറ് നമ്മുടെ കൂടെ എത്ര നേരം ഉണ്ടായിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്ത മെനി ടീച്ചർക്കുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ പ്രോഗ്രാമിന്റെ ഒരു ഔദ്യോഗികമായി നന്ദി അറിയിക്കാൻ വേണ്ടി പാലക്കാട് ജില്ല കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് കോർഡിനേറ്റർ സാനു സാറിനെ ക്ഷണിക്കുന്നു. എനിക്ക് പറയാനുണ്ട്, കാരണം നിങ്ങൾ ഇത് വളരെ ഇത്ര നന്നായിട്ട് ചെയ്യുന്നത്. ഒരുപാട് ഓർഗനൈസേഷൻ ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം ഇത്രയും സ്റ്റുഡൻറ് ഓൾമോസ്റ്റ് 1000-ഓളം ആൾക്കാരുണ്ടായിരുന്നു ആദ്യം പാർട്ടിസിപ്പൻസ് ആയിട്ടെന്ന് തോന്നുന്നു. കാരണം അത് അറേഞ്ച് ചെയ്യുക, ഒരു വലിയ ഇത്രയും ആൾക്കാരെ ഇൻവോൾവ് ചെയ്യാൻ എളുപ്പമല്ല. അത് ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ടെന്ന് എനിക്ക് ഡെഫിനറ്റ്ലി അറിയാം. റിയലി നൈസ്, ബിക്കോസ് ഇത്രയും ആൾക്കാരെ നിങ്ങളത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടത്. എനി ടൈം എനി ഹെൽപ്പ് ഡെഫിനറ്റ്ലി ഞാനത് ചെയ്യാം. ഇപ്പൊ നമ്മളൊരു 1 വർഷം വെയിറ്റ് ചെയ്യണമെന്നില്ല. ഇപ്പൊ എന്തെങ്കിലും എന്റെ ഇമെയിൽ ഉണ്ടല്ലോ, എനി ഇമ്മീഡിയറ്റ് ഡൗട്ട്സോ എനിത്തിങ് ഉണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ത്രൂ ഇമെയിലും ചെയ്യാം. നോ പ്രോബ്ലം. താങ്ക് യു സാർ. സാർ ഇമെയിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക. ഇമെയിൽ ഞാൻ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടെ. എന്റെ ഇമെയിൽ വളരെ സിമ്പിൾ ആണ്. ഒരുപാട് ചാറ്റ് വരുന്നുണ്ട്. ഇത് suresh@iitb for bombay.ac.in. ചാറ്റ് ഒരുപാട് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നെന്ന് തോന്നുന്നു. suresh@iitb for bombay.ac academic in the first 2 letters, ac.in for India, in. വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന്റെ മെയിൽ ID നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതൊക്കെയാണ് ഈ സെഷൻ ഇത്ര മനോഹരമാക്കി അദ്ദേഹത്തിനോട് നന്ദി അറിയിക്കുകയാണ് ചെയ്യുന്നത്. ഇനിയും ഈ അടുത്ത വരുന്ന വർഷങ്ങളിലും അത് മാത്രമല്ല പല സമയങ്ങളിലും അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുമെന്ന് ഞങ്ങൾ പറയുകയാണ്. ഓക്കെ, എന്നാ സാർ വൈൻഡപ്പ് ചെയ്യട്ടെ സാർ. വളരെ സന്തോഷം. ഓൾ ദ ബെസ്റ്റ് എല്ലാ സ്റ്റുഡൻസിനും. ഓൾ ദ ബെസ്റ്റ്. ഒരു കാര്യം പറയാനുള്ളൂ, സാനു സാറിനെ ക്ഷണിക്കാം. ഡോണ്ട് വറി അബൌട്ട് വെദർ യു ആർ ഗെറ്റിംഗ് IIT ഓർ നോട്ട്. IIT കിട്ടിയില്ലെങ്കിലും എവിടെ കിട്ടിയാലും ട്രൈ യുവർ ബെസ്റ്റ്, അത്രേ ഉള്ളൂ. നിങ്ങളുടെ ചാൻസസ് വീണ്ടും ഉണ്ടാവും. ഡോണ്ട് വറി. ഓൾ ദ ബെസ്റ്റ്. ഔദ്യോഗികമായി നന്ദി പറയാൻ വേണ്ടി സാനു സാറിനെ ക്ഷണിക്കുന്നു. നമസ്കാരം സർ, ഓഡിയബിൾ ആണല്ലോ അല്ലേ? അതെ, ഓഡിയബിൾ ആണ്. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ അഭിമാന പദ്ധതിയാണ് ദിശ. അതിന്റെ 5ാമത് എഡിഷന്റെ 4ാമത്തെ ദിവസം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പഠനശാഖയായ എഞ്ചിനീയറിംഗ് പഠന രംഗത്തെ നൂതന പ്രവണതകളെ കുറിച്ചാണ് ഉള്ള സെഷനാണ് നമ്മളിപ്പോൾ ഇവിടെ സാക്ഷ്യം വഹിച്ചത്. നമുക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു എപ്പിസോഡ് കൂടി നമ്മൾ ഇവിടെ എഴുതി ചേർത്തു ദിശയുടെ ചരിത്രത്തിൽ. കാരണം ഈ ഒരു സെഷൻ നമുക്ക് നയിക്കാൻ എത്തിയത് രാജ്യത്തെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും ടോപ്പ് റാങ്ക്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് തന്നെ വിളിക്കാവുന്ന ബോംബെ IITയുടെ ഫിസിക്സ് വിഭാഗം മുൻ മേധാവിയും ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ അഡ്വാൻസ്ഡ് ഘട്ടത്തിന് നേതൃത്വം വഹിക്കുകയും ചെയ്യുന്ന പ്രൊഫസർ KG സുരേഷ് സാറാണ്. ഞാനല്ല കേട്ടോ, ഞാനൊരു എഞ്ചിനീയർ അല്ല, ഞാനൊരു സയൻസ് ആണ്. ഭൗതികശാസ്ത്രമാണ്. അപ്പൊ എഞ്ചിനീയറിംഗിന്റെ കാതൽ അല്ലെങ്കിൽ ആത്മാവ് എന്ന് വിളിക്കാവുന്ന, ഇന്ത്യക്ക് തന്നെ അഭിമാനിക്കാവുന്ന ഒരു മേഖലയാണ് ഫിസിക്സ് എന്ന് പറയുമ്പോൾ. എപ്പോഴും പ്രൊഫസർ CV രാമൻ എപ്പോഴും നമ്മൾ ഓർമ്മയിൽ വരുന്നതുകൊണ്ട് ഇന്ത്യയുടെ ശാസ്ത്ര ചരിത്രത്തിൽ തന്നെ ഏറ്റവും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിത്വമാണല്ലോ. തീർച്ചയായിട്ടും സുരേഷ് സാറിന്റെ പേരും പിന്നെ മലയാളികൾ വളരെ അഭിമാനത്തോടു കൂടി തന്നെ ഏത് വേദിയിലും പറയും എന്ന് ഉറപ്പാണ്. കാരണം രാജ്യത്തിന്റെ സയൻസ് ആൻഡ് ടെക്നോളജി മേഖലയിൽ ഏറ്റവും മികച്ച സംഭാവനകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് അല്ലെങ്കിൽ സമൂഹമാണ് കേരള സമൂഹത്തിൻ്റെത്. അപ്പൊ അത് അങ്ങേപോലുള്ള വ്യക്തികളുടെ നിരന്തരമായ ജാഗ്രതയും ദീർഘകാലത്തെ അധ്യാപനവും ഗവേഷണവുമാണ് അത്തരം ഒരു വിജയത്തിന്റെ പിന്നിലുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
അതുകൊണ്ട് തന്നെ അങ്ങയുടെ സാന്നിധ്യം കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മണ്ഡലം എക്കാലവും ഓർക്കും. ദിശയോടൊപ്പം അങ്ങ് ദീർഘകാലം മുൻപ് തന്നെ യാത്ര തുടങ്ങിയതാണ്. കേരള ഹയർ സെക്കൻഡറിയുടെ ചരിത്രത്തിൽ അതിന്റെ ഈ കരിയർ ഗൈഡൻസ് സെല്ലിന്റെ ഒരു മാർഗദർശി കൂടിയാണ് സുരേഷ് സാർ. തീർച്ചയായും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇന്ന് ആയിരക്കണക്കിന് കുട്ടികളെ ആയിരക്കണക്കിന് ഭവനങ്ങളിലേക്ക് നേരിട്ട് കേൾപ്പിക്കാനായി എന്നുള്ളൊരു സന്തോഷം ദിശയുടെ പ്രവർത്തകർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അതിന് ഇവിടെ എല്ലാ തരത്തിലുള്ള ഔദ്യോഗികമായ പിന്തുണയും എല്ലാം നൽകിയ കേരളത്തിന്റെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വിഭാഗത്തിന്റെ കൂടി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഡയറക്ടറായ ശ്രീ ജീവൻ ബാബു സർ, CG&AC സെല്ലിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ അസീം സർ, അതുപോലെ ദിശ പ്രോഗ്രാമിന്റെ ഏറ്റവും വെല്ലുവിളികൾ നിറഞ്ഞ ഈ ഒരു ഘട്ടത്തിൽ ദിശ പ്രോഗ്രാമിന്റെ നടത്തിപ്പ് ഏറ്റെടുത്ത വയനാട് ജില്ലയുടെ മികച്ച ടീം, അതിന് നേതൃത്വം നൽകുന്ന ഫിലിപ്പ് സാറ്, മനോജ് ജോൺ സാറ്, അതോടൊപ്പം ഈ പരിപാടിയില് സ്വാഗതം ആശംസിച്ച തിരുവനന്തപുരം ജില്ലയുടെ CG&AC സെല്ലിന്റെ മനോജ് സാറ്, അതുപോലെ ഫാക്കൽറ്റി ഇൻട്രൊഡക്ഷൻ നടത്തിയ വയനാട് ജില്ലയുടെ സോന ടീച്ചർ, നിരന്തരം അനുസ്യൂതമായി വന്നുകൊണ്ടിരുന്ന കുട്ടികളുടെ ചോദ്യങ്ങൾ തന്നെ ഈ പ്രോഗ്രാമിന്റെ ഒരു വലിയ പ്രസക്തിയെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെ കുട്ടികൾ അതിന്റെ തികച്ചും അതിന്റെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് ഉൾക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് അനുസ്യൂതമായി പ്രവഹിച്ചുകൊണ്ടിരുന്ന ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ സ്പിരിറ്റ് ഒട്ടും ചോർന്നു പോകാതെ കൺസോൾഡേറ്റ് ചെയ്ത് ആ ചോദ്യങ്ങൾ ഒരു നിമിഷം പോലും പാഴാക്കാതെ സാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്ന ആലപ്പുഴ ജില്ലയുടെ മിനി ടീച്ചർ, അങ്ങനെ ഓരോരുത്തരും ചേർന്നാണ് ഈ 1.5 മണിക്കൂർ ഒരു 1.5 മണിക്കൂറല്ല അതിന്റെ ഒരു 10 ഇരട്ടി ഫലത്തിലേക്ക് കൊണ്ടുപോയത്. ഇവിടെ ഇത്തരം ഒരു വേദിക്ക് ദിശയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ, ഇഗ്നൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്, ജ്വലിപ്പിക്കാൻ ഉള്ള ഒരു ഇഗ്നീഷൻ നൽകുക എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഈ സെഷന് സാധിച്ചിട്ടുണ്ട്. കാരണം ഈ വന്ന ചോദ്യങ്ങൾ ഓരോന്നും ഒരു ഗവേഷണ താല്പര്യത്തോടു കൂടി കുട്ടികൾ തുടർന്നുള്ള അന്വേഷണങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായും അവർ എത്തേണ്ടിടത്ത് എത്തും, ഒരു സംശയവുമില്ല. അത് ഒരുപക്ഷെ IIT-യോ അല്ലെങ്കിൽ ഭാവിയിലെ MIT-യിലേക്കോ ഒക്കെയുള്ള വഴി തുറക്കാൻ ഇത്തരം ഒരു സെഷന് ആവട്ടെ, അതിനുള്ളൊരു നാളം അല്ലെങ്കിൽ അതിനൊരു തുടക്കമിടാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഞങ്ങളുടെ അധ്യാപന ജീവിതവും സാർത്ഥകമായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാം ശ്രമിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികൾക്ക്, ഭാവിയുടെ വാഗ്ദാനങ്ങൾക്ക്, അവരെ പിന്തുണയ്ക്കുന്ന രക്ഷിതാക്കൾക്ക് നമ്മുടെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ഈ ഒരു അവസരം തന്ന പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടി ഒരു വാക്ക് പറയാൻ എനിക്ക് അവസരം തന്ന ഇതിന്റെ സംഘാടകർക്ക് കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ശുഭരാത്രി. ബഹുമാനപ്പെട്ട സുരേഷ് സർ, അങ്ങയുടെ അധ്യാപനത്തിനും തുടർന്നുള്ള ശാസ്ത്ര ഗവേഷണ സബരികൾക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി. താങ്ക് യു സാർ. താങ്ക് യു. വീണ്ടും കാണാം നമുക്ക്. അതെ, തീർച്ചയായിട്ടും. നാളത്തെ പ്രോഗ്രാമിനെ കുറിച്ച് അറിയാൻ വേണ്ടി ദിശയുടെ കോർഡിനേറ്റർ, ഈ പ്രോഗ്രാം കൺവീനർ ആയിരിക്കുന്ന ശ്രീ ഫിലിപ്പ് സിയെ ക്ഷണിക്കുന്നു. നാളത്തെ പ്രോഗ്രാം പ്രിയമുള്ളവരെ, നമുക്ക് ഇന്നത്തെ ദിശയുടെ 4ാം ദിവസം പിന്നിട്ടിരിക്കുകയാണ്. നമ്മുടെ ഓരോ ദിവസവും ഏറ്റവും മികച്ച സെഷനുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് സുരേഷ് സാറെ പോലുള്ള ആളെ കിട്ടി എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ്. മുൻപ് അദ്ദേഹത്തെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വളരെ ലളിതമായി കുട്ടികളുടെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട്, അത് കേരളത്തിലെ പ്രത്യേകിച്ചും IIT-കളിലൊക്കെ അഡ്മിഷൻ വേണ്ടി ശ്രമിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് സാറിന്റെ വാക്കുകൾ വലിയ മോട്ടിവേഷനാണ്. അവർക്ക് വലിയ ആശ്വാസവുമാണ്. എന്താണെങ്കിലും അവരോട് ഇത്ര സമയം, ഇനിയും കുട്ടികൾ 100 കണക്കിന് ചോദ്യങ്ങളുണ്ട്, പക്ഷെ അവർക്ക് ചോദിക്കാനുള്ള സമയപരിമിതി കൊണ്ടാണ് അവസാനിപ്പിച്ചത്. ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. എന്താണെങ്കിലും സാറോടുള്ള സംസാരം തന്നെ അവരെ വീണ്ടും ഈ മേഖലയിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് നാളെ നമ്മുടെ ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയിട്ട് ഹൈദരാബാദ് IIT-യിലെ ഡോക്ടർ ദീപക് ജോർജ് സാറിന്റെ ക്ലാസ്സാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ പരിചയപ്പെടുത്താതെ അവിടുത്തെ അഡ്മിഷൻ സാധ്യതകളെ പറ്റിയൊക്കെ നമുക്കുള്ള അറിവ് നാളെ ലഭിക്കും. അതുകൊണ്ട് തന്നെ നാളെയും മുഴുവൻ കുട്ടികളും ഇന്ന് കയറിയ പോലെ തന്നെ മുഴുവൻ കുട്ടികളോട് പറയണം, അവരോട് സൂമിൽ കയറാൻ കഴിയാത്ത കുട്ടികളുടെ യൂട്യൂബിൽ തന്നെ കയറി കാണാൻ വേണ്ടി ആവശ്യപ്പെടണം. എന്തായാലും നാളത്തെ പ്രോഗ്രാം ഏറ്റവും മികച്ചതായിരിക്കും. അതിനുവേണ്ടി എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് ഇന്ന് ഈ പ്രോഗ്രാമിന് നേതൃത്വം കൊടുത്ത എല്ലാവർക്കും നന്ദി കൂടി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. ഓക്കെ സർ, നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് ക്ലോസ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി